ध्यान करते हुए हम उसको धन्यवाद करते हैं. ജീവിതത്തിന്റെ വളരെ തിരക്കുള്ള ഈ നാളുകളിലും കർത്താവായ യേശുവിനുള്ള സ്നേഹത്താലും സുവിശേഷം കേൾക്കുവാനുള്ള ദാഹത്താലും വളരെ ദൂരം യാത്ര ചെയ്തു വന്ന സുവിശേഷത്തെ സ്നേഹിച്ച നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. हमारे जीवन इतना व्यस्त होने के बावजूद भी परमेश्वर के वचनों को सुनने के लिए आप यहाँ पे आए हैं, वो करुणा में परमेश्वर के लिए हम उसका नाम धन्यवाद करेंगे. അനന്തനിത്യതയുടെ കവാടം തുറക്കുന്ന ആ നല്ല ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. नित्यता का वो द्वार जिस दिन खोला जाएगा, आप सबके चेहरों को देखने के लिए स्वर्ग हमारी सहायता करना चाहिए. തുടർന്നുള്ള ദിനങ്ങളിലും കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണ്ടാകുവാൻ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുക. शुरुआत के दिनों से परमेश्वर के हजूरी हमारे साथ रहने के लिए मैं सब परमेश्वर के बच्चों से अनुरोध करता हूँ कि वो प्रार्थना में बने रहें. നമ്മുടെ മീറ്റിംഗിന്റെ പ്രാരംഭ നിമിഷം തുടങ്ങി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. हमारे प्रार्थना के शुरू से लेके हम परमेश्वर की हजूरी को जानते हुए रहना चाहिए. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ സ്വർഗം നമുക്ക് അവസരം പ്രദാനം ചെയ്യും. परमेश्वर को गीत गा के स्तुति करने के लिए स्वर्ग ने हमें ये अवसर दिया है. അതിലുപരിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യും. और उससे भी बढ़ के परमेश्वर ने एक गवाह हमें दिया है. തുടർന്നും കർത്താവിന്റെ സന്നിധിയിൽ ആഗതരായിരിക്കുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുക. शुरुआत से ही जो लोग परमेश्वर की हजूरी में बैठे हैं, मैं आपसे अनुरोध करता हूं कि आप प्रार्थनाओं में बने रहें. നാം ഒരു അവസാന നിമിഷത്തിലേക്ക് വന്നെത്തിയിരിക്കുക. हम लोग अंतिम दिनों में आ पहुंचे हैं. നമ്മുടെ കർത്താവായ യേശു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതും മുൻഗാമികളായ പ്രവാചകന്മാർ പറഞ്ഞതും മെസ്സിഹായെ അനുഗമിച്ച സ്ലീഹന്മാർ പറഞ്ഞതൊക്കെയും ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. हमारे यीशु मसीह ने जो भी कहा, पहले भविष्यवक्ताओं ने जो भी कहा, वो सब बातें अभी पूरा होते जा रहा है. ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, പള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരാത്ത തിരുവഴുത്താണ് നാം വിശ്വസിച്ചു പോരും. आकाश और पृथ्वी टल जाएगा, लेकिन जो वचन कभी ना बदलेगा, वो वचनों को हम विश्वास करते अभी आए हैं. ഈ ദിനങ്ങളിൽ നമുക്ക് തിരുവഴുത്തിൽ കൂടെ നമുക്ക് ധ്യാനിക്കേണ്ട ദൈവവചനം ദൈവത്തിലേക്ക് മനുഷ്യൻ എങ്ങനെ മടങ്ങിപ്പോകാം എന്നുള്ളതാണ്. इन दिनों में हम इस प्रकार वचन को ध्यान करेंगे कि किस प्रकार एक मनुष्य परमेश्वर के पास वापस लौट के आए. ദൈവം നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും വളരെ ഉയർന്നവനാണ്. മനുഷ്യൻ പാപം കൊണ്ടും അതിക്രമം കൊണ്ടും ഏറ്റവും താണവനാണ്. परमेश्वर धार्मिकता से और पवित्रताई से बहुत ऊंचे पे है, लेकिन मनुष्य अपने बुरे कर्मों के द्वारा बहुत ही नीच अवस्था में दिखाई देता है. നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം. फिर भी हम परमेश्वर के पास वापस लौट के आए. ഇന്ന് ലോകത്തിൽ നൂറുകണക്കിന് മതങ്ങളും മതഗ്രന്ഥങ്ങളുമുണ്ട്. इन दिनों में बहुत सारे धर्म और धर्म की किताबें पाई जाती हैं. ദൈവത്തിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. परमेश्वर के पास एक व्यक्ति लौट के जाए, ये परमेश्वर की सबसे बड़ा इच्छा है. ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. एक मनुष्य की अगर हम आयु के बारे में बोले तो वो गिनती के दिन है. ആ ആയുസിനുള്ളിൽ അവൻ എങ്ങനെ സൃഷ്ടാവിക്കൽ തിരികെ പോകാം? उसकी उम्र के दिनों में वो कैसे परमेश्वर के पास वापस जाएगा? ദൈവം അനുവദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഈ ദിനങ്ങളിൽ മനുഷ്യൻ എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. परमेश्वर अगर अनुमति देता है तो पवित्र आत्मा के द्वारा हम ये जानेंगे कि एक मनुष्य परमेश्वर के पास किस प्रकार वापस लौट के आ सकता है. തിരുവഴുത്തിലെ പ്രവാചകന്മാരിൽ ഒരുവനായി യിരെമ്യാവ് ഇസ്രായേലിനോട് പറയുന്നു, ഇസ്രായേലേ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ കൈക്കൊള്ളാം. पवित्र शास्त्र में हम देखते हैं यिर्मयाह भविष्यवक्ता ऐसा कहता है, हे इस्राएल, तुम वापस आने से मैं परमेश्वर के पास तुझे वापस लेके चलूंगा. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ പ്രവാചകൻ അത് ഇസ്രായേലിനോട് പറയും. 19-ാം വാക്യത്തിൽ ഇസ്രായേലിനോട് പറയുക. यिर्मयाह 15 का 19 वचन में हम देखते हैं कि यिर्मयाह भविष्यवक्ता इस्राएल के जनों से ऐसा कहता है, നീ എങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് ആവശ്യപ്പെടുകയാണ്. तुम उसमें वापस लौट के आओ. इस प्रकार वो उनको देख के पुकारता है. ആ തിരുവഴുത്തിലെ വായിക്കുന്ന वो वचन हम पढ़ेंगे 15 का 19.
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. परमेश्वर के नाम की महिमा हो. പ്രവാചകനായ യിരെമ്യാവ് ഇസ്രായേലിനോട് പറയുകയാണ്, भविष्यवक्ता यिर्मयाह इस्राएल से यूं कहता है, ഇസ്രായേലേ, നീ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. हे इस्राएल, तू परमेश्वर के पास वापस लौट आ. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ കൈക്കൊള്ളാം. तुम वापस आने से मैं तुझे हाथों हाथ उठा लूंगा. വീണ്ടും വീണ്ടും ദൈവം ആവശ്യപ്പെടുകയാണ്. बार बार परमेश्वर हमसे ये आवश्यकता रखता है. 15 अध्यायത്തിന്റെ 19 वाक्य, 15वां अध्याय का 19वां वचन. ये सुनकर यहोवा ने यूं कहा, यदि तू फिरे तो मैं फिर से तुझे अपने सामने खड़ा करूंगा. ദൈവത്തിന് മഹത്വമുണ്ടാകും. परमेश्वर के नाम की स्तुति हो. പ്രവാചകനായി യിരെമ്യാവ് അവിടെ പറയുന്നു, നീ മടങ്ങി വന്നാൽ നിന്നെ എന്റെ മുൻപാകെ നിൽക്കുവാൻ ഞാൻ നിന്നെ കൈക്കൊള്ളും. भविष्यवक्ता यिर्मयाह ये कहता है, तो अगर मन फिर आने से मैं तुझे फिर खड़ा करूंगा. ഈ തിരുവെഴുത്ത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. और ये वचन हम सब के लिए एक बहुत ही अच्छा वचन है. ഈ തിരുവെഴുത്തിനെ നമുക്ക് 3 ദിശകളിൽ നിന്ന് വീക്ഷിക്കാം. इस वचन को हम 3 तरीके से इसको ध्यान कर सकते हैं. ചരിത്ര പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ ഇന്നേക്ക് ഏറെക്കുറെ 2600 വർഷം മുമ്പ് യിരെമ്യാവ് എന്ന പ്രവാചകൻ ഇസ്രായേലിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. हम चरित्र के अनुसार देखें तो ये 2000 साल पहले यिर्मयाह को परमेश्वर की ओर से मिला हुआ ये वचन है. അത് ആത്മീയ ദിശയിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ ഓരോ മനുഷ്യനോടും പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന നിർദ്ദേശമാണ്, മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക എന്ന്. और अगर हम आत्मिक रीति से इस वचन को देखते हैं तो पवित्र आत्मा हर एक मनुष्य से यूं कहता है कि तुम वापस लौट के आओ, वापस लौट के आओ, वापस लौट के आओ. 3-ാം ദിശയിൽ നാം പഠിക്കുമ്പോൾ ദൈവം മാനവരാശിയോട് പറയുകയാണ്, മനുഷ്യ നീ എങ്കിലേക്ക് മടങ്ങി വരിക. और तीसरे तरीके से अगर हम देखते हैं तो परमेश्वर मनुष्य से यूं कहता है कि तुम मेरे पास वापस लौट आओ. ദൈവം വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടും വളരെ ഉയർന്നവനാണ്. परमेश्वर धार्मिकता से और पवित्रता में बहुत ऊंचा परमेश्वर है. മനുഷ്യൻ പാപം കൊണ്ടും അതിക്രമം കൊണ്ടും ഏറ്റവും താണവനാണ്. और मनुष्य पाप और बुरे कामों से वो सबसे नीचे हिस्से में दिखाई ഈ पड़ता है. അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എങ്ങനെ നീതിയിലും വിശുദ്ധിയിലും ഉന്നതനായി ദൈവത്തിന്റെ അടുക്കൽ പോകാം? इस पाप और अधर्मिकता में जो व्यक्ति है वो किस प्रकार परमेश्वर में नीतिमान होकर उसके पास तक पहुंचेगा? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം മനുഷ്യന്റെ ആ ദൈവരൂപം മനുഷ്യന് നൽകി. परमेश्वर ने जब मनुष्य को सृष्टि किया तो परमेश्वर ने अपना रूप उसको दिया था. ദൈവത്തിന്റെ സൃഷ്ടികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന് 4 വശങ്ങളായി. परमेश्वर की सृष्टि के बारे में अगर हम ध्यान करें तो उसमें 4 भाग हैं. ഒന്നാമതായി ദൈവം സ്വർഗത്തെയും സ്വർഗത്തിൽ വസിക്കുന്ന ദൂതന്മാരെയും സൃഷ്ടിച്ചു. सबसे पहला परमेश्वर ने स्वर्ग और स्वर्ग में रहने वाले स्वर्ग दूतों को बनाया. രണ്ടാമതായി ദൈവം ആകാശത്തെയും ആകാശവിധാനത്തിലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. दूसरा परमेश्वर ने आकाश और आकाश में ठहरने वाले सूर्य और चंद्रमा और तारागणों को बनाया. സൃഷ്ടിപ്പിന്റെ മൂന്നാമതായി അവൻ ഭൂമിയിലെ ഇതര ജീവജന്തുക്കളെയും വൃക്ഷലതാദികളെയും മത്സ്യത്തെയും ഒക്കെ സൃഷ്ടിച്ചു. सृष्टि के अगर हम तीसरे भाग को देखते हैं तो पक्षियों को, जानवरों को और समुद्र में पाने वाली मछलियों को बनाया. സൃഷ്ടിയുടെ അവസാനമായി ദൈവം തന്റെ കയ്യിൽ പൊടി വാരിയെടുത്ത് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. और सृष्टि के अगर आखिरी भाग को देखें तो परमेश्वर ने स्वयं मिट्टी लेके परमेश्वर ने अपने स्वरूप में मनुष्य को സ്വർഗത്തിൽ बनाया. കോടാനുകോടി ദൂതന്മാരുണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. पवित्र शास्त्रियों कहता है कि स्वर्ग में कोटियों करोड़ों स्वर्गदूत हैं. ആ ദൂതന്മാരുടെ ഗണത്തിൽ സാറാഫുകളും കെരൂബുകളും ഇതുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാരും ഒക്കെയുണ്ട്. और उस दूतों के झुंड में सराफ और करूब और इस प्रकार कई सारे स्वर्गदूत जो परमेश्वर की निरंतर स्तुति करते हैं दिखाई पड़ता है. ഇവരെല്ലാം വലിയ ദൂതന്മാരാ. उससे बड़े दूत हैं. ദൈവത്തിന് മഹത്വമുണ്ടാകും. परमेश्वर के नाम की स्तुति हो. ദൈവ സൃഷ്ടിയുടെ പൂർണ്ണതയാണ് ദൂതന്മാരിൽ നാം കാണുന്നത്. और परमेश्वर की परिपूर्णता हम स्वर्गदूतों में दिखाई देता है. രണ്ടാമതായി ദൈവം സൂര്യനെയും ചന്ദ്രനെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. दूसरा परमेश्वर ने सूर्य, चंद्रमा और करोड़ों तारों को बनाया. അവയെല്ലാം ദൈവം ആകാശത്തിൽ നിലനിർത്തിയിരിക്കുക. और वो सब उसने आकाश में ठहराया है. ഒരു ഗ്രഹത്തിന് ദൈവം തന്റെ സ്വരൂപമോ ജീവനോ കൊടുത്തിട്ടില്ല.
कोई भी ग्रह को परमेश्वर ने अपना जीवन या अपना चेहरा नहीं दिया। സൂര്യനോ നക്ഷത്രത്തിനോ ചന്ദ്രനോ ഒന്നും ജീവൻ കൊടുത്തിട്ടില്ല. सूर्य या चंद्रमा या तारागण किसी को भी अपना जीवन नहीं दिया, പക്ഷേ അവയ്ക്ക് ചലനശേഷിയുണ്ട്. लेकिन वो चलते फिरते रह सकते हैं, അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. वो ब्रह्मांड में चलते रहते हैं। ആ സൃഷ്ടിയിൽ ദൈവത്തിന്റെ ജ്ഞാനം നമ്മൾ കാണുകയാണ്. और उस सृष्टि में परमेश्वर का ज्ञान की परिपूर्णता को हम देखते हैं। ദൈവസൃഷ്ടിയുടെ മൂന്നാമത്തെ വശമാണ് ഈ പ്രകൃതിയിലെ മനോഹരത്വം. और इस संसार में जो भी मनोहर बातें हैं वो परमेश्वर की तीसरी सृष्टि। ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, ദൈവം സൃഷ്ടിച്ചതാ. आकाश के पक्षियों को देखिए, वो परमेश्वर ने सृष्टि किया है। മഹാസമുദ്രത്തിലെ മത്സ്യത്തെ നോക്കുവിൻ, ദൈവം സൃഷ്ടിച്ചതാ. महासमुद्र को देखिए, उसमें की मछलियों को परमेश्वर ने ही सृष्टि किया है। മൃഗങ്ങളെ നോക്കുവിൻ, ദൈവം കൽപ്പിച്ചതാ. जंगल के जानवरों को देखिए, वो परमेश्वर ने ही रचा है। അവയ്ക്കൊന്നും ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യവുമില്ല. उसमें से किसी को भी परमेश्वर ने अपना मुख अपना चेहरा नहीं दिया। ഒരു ദൂതന്മാർക്കും ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമില്ല. किसी स्वर्गदूत को भी परमेश्वर ने अपना स्वरूप में नहीं बनाया। ഒരു ഗ്രഹത്തിനും ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമില്ല. किसी भी ग्रह को परमेश्वर ने अपना स्वरूप में नहीं बनाया। ആ സമുദ്രത്തിലെ മത്സ്യത്തിനോ വനത്തിലെ മൃഗത്തിനോ ആകാശത്തിലെ പറവയ്ക്കോ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമില്ല. आप महासमुद्र के मछलियों को देख लीजिए, या जंगल के जानवरों को, या उड़ते हुए पक्षियों को, किसी को भी परमेश्वर ने अपने स्वरूप में नहीं बनाया। ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യന് ദൈവം തന്റെ സ്വരൂപം കൊടുത്തു. लेकिन परमेश्वर ने मिट्टी से जो इंसान को बनाया उसको अपना ही स्वरूप दे दिया। ദൈവ സാദൃശ്യം അവന് കൊടുത്തു. परमेश्वर का स्वरूप उसको दे दिया। ദൈവത്തിന്റെ ജീവശ്വാസം അവന്റെ മൂക്കിലേക്ക് ഊതി. परमेश्वर ने अपना श्वास उसके नथनों में फूंक दिया। ദൈവത്തിന്റെ മകൻ എന്നൊരു സ്ഥാനം ദൈവം കൊടുത്തു. परमेश्वर का पुत्र होके उसको एक स्थान दे दिया। ദൈവത്തിന്റെ പർദീസ്യായ ഏദനിൽ ഒരു രാജാവെന്ന വണ്ണം അവൻ വാണിരുന്നു. परमेश्वर के परदेसिया आदम के बगीचे में उसको एक राजा होके नियुक्त कर दिया। ദൈവം സൃഷ്ടിച്ച ദൂതന്മാരോട് നിങ്ങൾ മരിക്കുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. लेकिन परमेश्वर ने स्वर्गदूतों को इस प्रकार नहीं कहा कि तुम मर जाओगे। അങ്ങനെ ദൂതന്മാർക്ക് ഒരു മരണമുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിശാച് എന്ന് പറയുന്ന ഒരു ശക്തി ഭൂമിയിൽ ഇല്ലാതെ പോയേ. दूतों को अगर मृत्यु दिया होता तो शैतान नाम का एक चीज इस संसार में ना होता। ആകാശത്തിലെ ഗ്രഹങ്ങളോടൊന്നും നിങ്ങൾക്ക് മരണമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. आकाश में जितने भी ग्रह देखते हैं उसमें से किसी को भी परमेश्वर ने यूं नहीं कहा कि तुम्हें मृत्यु आएगी। ആകാശത്തിലെ പറവകളോടോ സമുദ്രത്തിലെ മത്സ്യത്തോടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. आकाश के पक्षियों को या जंगल के जानवरों को उसने इस प्रकार नहीं कहा। എന്നാൽ മനുഷ്യനോട് ദൈവം പറഞ്ഞു, लेकिन मनुष्य से इस प्रकार कहा, ഇന്ന് ഞാൻ നിന്നെ ഈ തോട്ടത്തിൽ കൊണ്ടാക്കുകയാണ്. मैंने तुम्हें इस बाग में रखा है, തോട്ടം സൂക്ഷിക്കണം. इस बाग को तुम रखवाली करना चाहिए, വേല ചെയ്യണം. इस बाग में तुम काम करना ഞാൻ चाहिए। നിനക്ക് തന്ന നിയമത്തിൽ നീ നിലനിൽക്കണം. मैंने तुमको जो नियम दिए हैं उसमें तुम खरे ഉത്സവം മറിച്ചു നിന്നാൽ നീ മരിക്കും. तुम अगर इससे हट के रहोगे तुम जरूर मृत्यु पाओगे। ദൈവം മരിക്കുമെന്ന് മനുഷ്യനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. तुम मरोगे करके सिर्फ परमेश्वर ने मनुष्य को भी कहा है। അതുകൊണ്ട് മനുഷ്യന് മാത്രമേ ഉദ്ധാരണത്തിന് വഴിയുള്ളൂ. इसलिए सिर्फ मनुष्य को ही इस उद्धार का मार्ग है। ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। യിരെമ്യാവ് മനുഷ്യവർഗത്തെ വിളിക്കുക, यिर्मयाह भविष्यवक्ता मनुष्य जाति को बुलाता നീ है, എങ്കിലേക്ക് മടങ്ങി വരിക. तुम मुझमें वापस लौट के आओ। മനുഷ്യൻ എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം? मनुष्य किस प्रकार परमेश्वर के पास वापस लौट के ദൈവം आएगा? നീതിമാനും വിശുദ്ധനുമല്ലേ? परमेश्वर धर्मी और पवित्र है। മനുഷ്യൻ ഭാവിയും അതിക്രമത്തിന്റെ ദാസനുമല്ലേ? मनुष्य पापी और घृणित कामों का दास है। ഒരിക്കൽ ഇയ്യോബ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, एक बार अय्यूब इस प्रकार प्रार्थना करता ദൈവമേ, है, എനിക്കും നിനക്കും മധ്യേ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. हे प्रभु, मेरे और तेरे बीच में अगर एक मध्यस्थ है तो अच्छा होगा। ആകയാൽ ദൈവത്തിനും മനുഷ്യനും മധ്യേ ഒരുവൻ നിന്നാലേ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് പോകാനൊക്കത്തുള്ളൂ. इसलिए परमेश्वर और मनुष्य के बीच में अगर एक मध्यस्थ होगा तभी वो मनुष्य परमेश्वर तक पहुंच सकता है। മനുഷ്യൻ എങ്ങനെ ദൈവത്തിങ്കിലേക്ക് പോയി ചേരാം? मनुष्य किस प्रकार परमेश्वर के पास जाके इकट्ठा हो सकता है? മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയി. मनुष्य ने पाप करके परमेश्वर को छोड़ के दूर हो गया, മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. लेकिन परमेश्वर ने मनुष्य को छोड़ा नहीं। ദൈവം മനുഷ്യനെ തേടി വരികയാ. परमेश्वर फिर मनुष्य को ढूंढते हुए ദൈവം आता है। മനുഷ്യനെ വിളിച്ചു, ആദാം ആദാം നീ എവിടെയാ? परमेश्वर मनुष्य को इस प्रकार बुलाता है, हे आदम तू कहाँ है? ആദാമേ നീ എവിടെയാ? हे आदम तू कहाँ है? ആദാം പറഞ്ഞു, ഞാൻ നഗ്നനായി പോയി. आदम कहता है, मैं नंगा हूँ प्रभु। ദൈവം ചോദിക്കുന്നു, നീ നഗ്നനാണെന്ന് പറഞ്ഞത് ആരാണ്?
परमेश्वर उससे इस प्रकार पूछता है, तुम नंगे होकर के तुम्हें किसने बताया? അതാമേ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ, हे आदम, मैंने तो तुमसे ऐसा नहीं നീ कहा। നഗ്നനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, तुम नंगे होकर के मैंने तो तुमसे നീ नहीं कहा। നഗ്നനാണെന്ന് നിന്നോട് പറയുന്നത് ആരാ? तुम नंगे होकर के तुमसे बोलने वाला कौन है? ദൈവം ഏതിലേക്ക് ഇറങ്ങി വന്നു, परमेश्वर आदम अदन के बगीचे में उतर गया। ദൈവം നീതിയോടെ വിധിച്ചു. परमेश्वर न्याय से उसके पास आया। അവസാനം ഇപ്പോൾ ആദാമും ദൈവവും രണ്ടു ഭാഗത്തേക്ക് തിരികുക. आखिरी में आदम और परमेश्वर दो भाग में हो गए। ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. आदम परमेश्वर के चेहरे को देख के खड़ा रहता है। ഇല്ലായ്മയിൽ നിന്നല്ലേ അങ്ങ് എന്നെ സൃഷ്ടിച്ചത്, आप ही ने तो मुझे सृष्टि किया है, ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? अभी ऐसा क्यों हो गया? ദൈവം നീതിമാനാ, परमेश्वर धर्मी है, തന്റെ നീതി വിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. अपना धर्म छोड़ के वो कुछ भी नहीं कर അപ്പോൾ सकता। ദൈവം ഏതൻ വിട്ടു പോകുക, तब परमेश्वर आदम के बगीचा छोड़ के जाता है, ഭൂമിയിലേക്ക് പോകുക. मनुष्य भूमि की ओर जाता है। അപ്പോൾ ദൈവം മനുഷ്യന് 4 കാര്യങ്ങൾ കൊടുത്തു. तब परमेश्वर ने मनुष्य को 4 बातें दिया। അതാമേ നീ എവിടെന്ന് ചോദിച്ചപ്പോൾ हे आदम, तू कहाँ है पूछने पे ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞു. तब उसने कहा, मैं नंगा हूँ। ദൈവം ആദാമിനും ഹവ്വായിക്കും തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. तब आदम और हवा को परमेश्वर ने खाल के वस्त्र पहनाए, നല്ല ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. एक अच्छा वस्त्र उसको बना के അവന്റെ दिया। നഗ്നത മറയ്ക്കുവാൻ ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. उसके नंगेपन को छुपाने के लिए उसको एक वस्त्र बना के दिया। ദൈവ നീതിയുടെ അടയാളമായിരുന്നു. परमेश्वर धर्मी है, इसका एक चिन्ह है। അതിനുശേഷം ദൈവം മനുഷ്യനൊരു വാഗ്ദത്തം കൊടുത്തു. उसके बाद परमेश्वर ने उसको एक नियम दिया, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. स्त्री का पुत्र सांप के सिर को कुचलेगा, അത് മനുഷ്യവർഗത്തിന്റെ വിടുതലിന്റെ വാഗ്ദത്തമായിരുന്നു. और वो मनुष्य के पुत्र के छुटकारे का एक प्रतिज्ञा था। അടുത്തതായി ദൈവം മനുഷ്യന്റെ മനസ്സിലൊരു ദീപം കൊളുത്തി. अगला, परमेश्वर ने उसके मन में एक दीप जलाया, ആ ദീപത്തിന്റെ പേര് മനസ്സാക്ഷി എന്ന. और वो दीपक विवेक है। മനുഷ്യൻ പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും വഴിയിലേക്ക് പോകുക. मनुष्य पाप और अंधकार के मार्ग में चला जा रहा അവൻ है, ആ വഴി പോയാൽ നിത്യ നരകത്തിലേക്ക് പോകും. और वो उस मार्ग में जाने से नित्य नरक की ओर जाता है। ഇപ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? तब इस समय परमेश्वर क्या करता है? ദൈവം ഒരു മനസ്സാക്ഷി എന്നൊരു ദീപം കൊളുത്തി കൊടുത്തു. परमेश्वर एक विवेक नाम की चीज उसके हृदय में डालता है। അതൊരു ചെറിയ വെളിച്ചമാ. वो एक छोटा सा दीपक है, ആ रोशनी है, വെളിച്ചത്തിൽ നിന്നുകൊണ്ട് और उस रोशनी में खड़े होते हुए മനുഷ്യന് ദൈവത്തെ കാണാം. मनुष्य परमेश्वर को देख सकता है, ദൈവത്തിന്റെ സിംഹാസനത്തെ കാണാം. परमेश्वर के सिंहासन को देख सकता है, ദൈവത്തിന്റെ ന്യായവിധിയെ കാണാം. परमेश्वर के न्याय को देख सकता है, നീതിമാന്മാരുടെ പർദീസയെ കാണാം. और धर्मी के परदेशिया को देख सकता है, ദുഷ്ടന്മാരുടെ ന്യായവിധി കാണാം. दुष्टों को न्याय को देख सकता ഇത് है। മനുഷ്യന്റെ മനസ്സിൽ കൊളുത്തിയ ദീപമാ. और ये मनुष्य के हृदय में डाला हुआ एक दीप है, ഇത് മനസ്സാക്ഷി എന്ന് പറയും. और इसको विवेक कहते हैं। ഇത് മനുഷ്യന്റെ ആത്മാവിന്റെ പ്രമാണമാ. और ये मनुष्य के आत्मा का एक चिन्ह है। മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ मनुष्य को जब परमेश्वर ने सृष्टि किया, മനുഷ്യന് 3 ഭാഗങ്ങളായിരുന്നു. मनुष्य के 3 हिस्सा था। ഒന്ന് അവന്റെ ദേഹം, सबसे पहले उसका शरीर, രണ്ട് അവന്റെ ദേഹി, दूसरा उसका आत्मा, മൂന്ന് അവന്റെ ആത്മാവ്. तीसरा उसका आत्मा। എന്റെ ദേഹം കൊണ്ടാണ് ഞാൻ ഈ ലോകത്തെ അറിയുന്നത്. और मेरे देह के द्वारा इस लोक को मैं देख सकता हूँ। ഡേ ആണോ നൈറ്റ് ആണോ എന്ന് അറിയുന്നത് എന്റെ ദേഹം കൊണ്ടാ. अभी सुबह है या शाम है, मेरा देह जानता है। പക്ഷേ ഞാൻ ആരാണെന്ന് അറിയുന്നത് എന്റെ ദേഹിയെ കൊണ്ടാ. लेकिन मैं कौन हूँ ये मेरे अंदर मन ही जानता है। ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. मैं कौन हूँ आप में से कोई नहीं बता सकता। പക്ഷേ ഞാൻ ആരാണെന്ന് എന്റെ ദേഹിയിൽ എനിക്കറിയാം. लेकिन मैं कौन हूँ मेरा अंदर मन मुझे बताएगा। എന്റെ ആത്മാവ് കൊണ്ടാണ് ഞാൻ ദൈവത്തെ അറിയുന്നത്. और मेरे आत्मा के द्वारा मैं परमेश्वर को जानता ഞാൻ हूँ। ദേഹം കൊണ്ട് ലോകത്തെ അറിയുന്നു. इसलिए इस शरीर के द्वारा हम संसार को जानते ദേഹിയെ हैं। കൊണ്ട് അവൻ സ്വയം അറിയുന്നു. हम अंदर मन के द्वारा अपने आप को स्वयं को जानते हैं, ആത്മാവിനെ കൊണ്ട് അവൻ ദൈവത്തെ അറിയുന്നു. और आत्मा के द्वारा वो परमेश्वर को जानता ദൈവം है। മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ जब परमेश्वर ने मनुष्य को सृष्टि किया, ആത്മാവായിരുന്നു യജമാനൻ. और यजमान आत्मा था, ആത്മാവായിരുന്നു യജമാനൻ. और आत्मा होकर जो यजमान था, അവന്റെ ദേഹി എന്നൊരു കാര്യസ്ഥനായിരുന്നു. और उसका जो अंदर मन था वो काम करने वाला था, അവന്റെ ദേഹം എന്നതൊരു ദാസനായിരുന്നു. और उसका शरीर एक दास था। അപ്പോ ഒരു യജമാനനും फिर ये एक यजमान, ഒരു കാര്യസ്ഥനും एक काम करने वाला, ദാസനും കൂടെ ചേർന്നതാണ് ഈ മനുഷ്യൻ. और एक दास को मिला के पूरा करके ये मनुष्य को बनाता എന്നാൽ है। മനുഷ്യൻ പാപം ചെയ്തപ്പോൾ तब जब मनुष्य ने पाप किया तब, മനുഷ്യനിലെ ആത്മാവിന് മരണം സംഭവിച്ചു. और मनुष्य के आत्मा में मृत्यु आ पहुंची। ഇപ്പോൾ ദേഹിയും ദേഹവും ഒന്നായിട്ട് अभी देह और अंदर मन सब एक हो गया, ദേഹി ഇച്ഛിക്കുന്നതൊക്കെ ദേഹം പ്രവർത്തിക്കുക. और जब अंदर मन जो भी चाहता है वो शरीर करता है। ഈ മനുഷ്യനെയാണ് നമ്മൾ ജഡീകരെന്ന് വിളിക്കുന്നത്. और इसी मनुष्य को हम लोग शारीरिक
आश्चर्य मनुष्य करके ഈ पुकारते हैं। അവസ്ഥയിൽ ഒരിക്കലും മനുഷ്യന് ദൈവത്തിങ്കൽ പോയിക്കൂടാ. और इस अवस्था में कोई मनुष्य परमेश्वर को नहीं ഒരു നാൾ देखता। യേശു ലോകത്തിലേക്ക് വന്നു. एक बार यीशु मसीह इस संसार में आए। യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്യമായിരുന്നില്ല. यीशु मसीह का इस संसार में आना कोई धोखा नहीं था। യേശു ജനിക്കുന്നതിന് 950 വർഷം മുൻപേ यीशु मसीह जन्म लेने के 2000 साल पहले ഇസ്രായേൽ പ്രവാചകന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. इजराइल का भविष्यवक्ता ऐसा भविष्यवाणी करता है। എന്നാൽ സ്വർഗ്ഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോ और स्वर्ग के लायक वो समय होने पे ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। സ്വർഗ്ഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോ और स्वर्ग के समय होने पे ഇതാ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. और परमेश्वर ने यीशु मसीह को इस संसार में भेज दिया। എന്താണ് ആദാമിനോട് പറഞ്ഞത്? आदम से परमेश्वर ने क्या बोला? ആദമേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. हे आदम, मनुष्य का पुत्र उस शैतान के सिर को कुचलेगा। ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. और वो परमेश्वर का प्रतिज्ञा था। മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയ ശേഷം मनुष्य ने पाप करके जब परमेश्वर के पास लौट गया, ഒരു 4000 വർഷം കഴിഞ്ഞപ്പോൾ യേശു ലോകത്തിലേക്ക് വന്നു. 4000 साल के बाद यीशु मसीह संसार में आए। യേശുവിനെ കുറിച്ച് പൊതുവെ ഒരു തെറ്റായ ധാരണയുണ്ട്. यीशु मसीह के बारे में एक गलत धारणा है। യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. यीशु मसीह मसीहियों का परमेश्वर है। യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്. यीशु मसीह मसीहियों का परमेश्वर है। ഒരിക്കലും അങ്ങനെയല്ല. नहीं, ऐसा नहीं है। യേശു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നല്ല. यीशु मसीह मसीहियों का परमेश्वर है। യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह इस संसार का छुड़ाने वाला है। യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह इस संसार का उद्धारक है। ഒരു മനുഷ്യന് സൃഷ്ടാവിലേക്ക് പോകുക एक मनुष्य अपने उद्धारकर्ता के पास ഒരേ जाने के ഒരു लिए വഴിയേ ഉള്ളൂ. एक ही एक मार्ग है। അത് യേശു എന്ന വഴിയാ. वो यीशु ही मार्ग है। യേശു ലോകത്തിലേക്ക് വന്നു. यीशु मसीह संसार में आया। യേശു എന്താണ് പറഞ്ഞത്? यीशु मसीह ने क्या कहा? ഞാൻ തന്നെ വഴി, मैं ही मार्ग हूँ, ഞാൻ തന്നെ വഴി, मैं ही मार्ग हूँ, ഞാൻ തന്നെ സത്യം, मैं ही सच्चाई हूँ, ഞാൻ തന്നെ ജീവൻ. मैं ही जीवन हूँ। നമുക്ക് യേശുവിനോട് ചോദിക്കാം, हम यीशु मसीह से ऐसा पूछते हैं, യേശുവേ അങ്ങ് എവിടേക്കുള്ള വഴിയാ? यीशु ये रास्ता कहाँ की ओर का അപ്പോൾ है? യേശു പറയുന്നു, तब यीशु ऐसा कहता ഞാൻ है, പിതാവിങ്കിലേക്കുള്ള വഴിയാ, ये पिता की ओर का रास्ता है। ഞാൻ ദൈവ നഗരത്തിലേക്കുള്ള വഴിയാ, मैं उस परमेश्वर के नगर में जाने का ഞാൻ रास्ता हूँ। ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയാ. मैं जीवन के वृक्ष का रास्ता हूँ। ഒരുവന് ദൈവത്തിങ്കൽ പോകണമെങ്കിൽ, एक मनुष्य अगर परमेश्वर के पास जाना है तो ദൈവ നഗരത്തിൽ പോകണമെങ്കിൽ, एक मनुष्य परमेश्वर के नगर में जाना है तो ഒരുവന് ജീവവൃക്ഷത്തിൽ പോകണമെങ്കിൽ एक मनुष्य अगर उस जीवन के वृक्ष के पास जाना है ഒരേ ഒരു വഴിയേ ഉള്ളൂ. एक ही एक मार्ग है। അത് കർത്താവായ യേശുവാ. वो हमारा परमेश्वर यीशु मसीह है। യേശു ക്രൈസ്തവരുടെ ദൈവമെന്നല്ല. यीशु मसीह मसीहों का परमेश्वर है। യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह संसार का उद्धारक है। ഓ യേശു യൂറോപ്പിൽ നിന്ന് വന്നതല്ല. यीशु मसीह यूरोप से नहीं आया। യേശു ഏഷ്യക്കാരനാണ്. यीशु मसीह एशिया का है। നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി हमारे राष्ट्रपिता गांधी जी ഒരു നാൾ ഇംഗ്ലണ്ടിൽ ഒരു പള്ളിയിൽ പോയി. एक बार इंग्लैंड में एक कलीसिया में गए, चर्च में गए, ആ പള്ളിയിൽ അദ്ദേഹം ചെന്നപ്പോൾ और उस चर्च में वो जाने के बाद അവിടെയുള്ള ഇംഗ്ലീഷുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. वहाँ के अंग्रेजों को वो अच्छा नहीं लगा। അപ്പോൾ അവർ ഇദ്ദേഹം പള്ളിയിലേക്ക് വരണ്ട എന്ന് പറയുവാൻ ബുദ്ധിമുട്ടുണ്ടായി. तब इनको ऐसा बोलने के लिए कि आपका इस चर्च में नहीं आना बहुत ही दिक्कत था। അപ്പോൾ അവർ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, तब उन्होंने वहाँ पे बोर्ड लिख के लगाया, ഏഷ്യക്കാർക്ക് ഈ പള്ളിയിൽ പ്രവേശനമില്ല. यहाँ पे एशियाई लोगों को इस कलीसिया में नहीं आ सकते। അടുത്ത സൺഡേ ഗാന്ധിജി അവിടെ പോയിരുന്നു. अगले रविवार को गांधी जी वहाँ पे गए। അപ്പോൾ ആ ബോർഡ് അദ്ദേഹം വായിച്ചു. तब वो बोर्ड उन्होंने पढ़ा। അപ്പോൾ ഗാന്ധിജി ആ ബോർഡിന്റെ ചോട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളി. तब गांधी जी उस बोर्ड में नीचे बैठ के प्रार्थना करने लगे, ഇംഗ്ലീഷുകാർ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. और अंग्रेज लोग उस प्रार्थना को खत्म करके वापस आ रहे हैं। അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ചോദിച്ചു, ഗാന്ധിജി നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? तब एक अंग्रेज ने उस गांधी जी से पूछा कि आप यहाँ पे क्यों बैठे हैं? ഗാന്ധിജി ആ ബോർഡ് കാണിച്ചു. तब गांधी जी ने वहाँ पे बोर्ड दिखाया, ഈ ബോർഡ് കണ്ടില്ലേ? देखिए ये बोर्ड देखिए, ഇവിടെ ഏഷ്യക്കാർക്ക് പ്രവേശനമില്ല. यहाँ पे एशियाई लोगों को प्रवेश नहीं അതുകൊണ്ട് है। ഞാനും യേശുവും കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. इसलिए मैं और यीशु यहाँ पे बैठ के प्रार्थना कर रहे हैं। എന്താണ്? वो क्यों है? ഞാനും യേശു ഏഷ്യയിൽ ജനിച്ച ആളാണ്. मैं और यीशु एशिया में ही जन्मे लोग हैं, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജനിച്ച ആളാണ്. और एशिया द्वीप में ही पैदा हुए लोग हैं, ഗാന്ധിജിയും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജനിച്ച और गांधी जी भी एशिया में ही पैदा हुए हैं। ഇംഗ്ലീഷുകാർ വലിയൊരു അബദ്ധമായി പോയി. अंग्रेजों को बहुत ही
बड़ा धोखा हो गया। बोर्ड എടുത്തു മാറ്റി. तो अंग्रेजों ने वो बोर्ड वहां से हटा दिया। സഹോദരങ്ങളെ, आप मेरे प्रिय भाइयों बहुत ध्यान से सुने, ക്രൈസ്തവരുടെ മാത്രം ദൈവമല്ല, यीशु मसीह मसीहों का ही परमेश्वर नहीं, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह इस संसार का रक्षक है। യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह इस संसार का रक्षक അവനെ है। നോക്കി വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയുണ്ട്. उसकी ओर देख के जो पुकारते हैं उसके लिए सबके लिए रक्षा है। യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. और यहूदी या और दूसरा व्यक्ति है करके उसमें अलग नहीं, ഹൈന്ദവനെന്നോ ഇസ്ലാമിയനെന്നോ വ്യത്യാസമില്ല. और उसमें कोई भी मतभेद नहीं है। അവനിൽ ധനവാനെന്നോ ദരിദ്രനെന്നോ उसमें വ്യത്യാസമില്ല. धनवान या गरीब नहीं है। അവനെ നോക്കി വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ടാകും. उसको देख के जो भी विश्वास करता है उसको नित्य जीवन मिलता है। നമുക്ക് ദൈവത്തിങ്കിലേക്ക് പോയി ചേരാം. आइए हम उसमें परमेश्वर में वापस जाए। എങ്ങനെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് പോകാം? किस प्रकार हम परमेश्वर में वापस जाएंगे? നമ്മുടെ നീതി കൊണ്ട് പോകാമോ? क्या हम अपने धर्म से जा सकते हैं? നമ്മുടെ വിശുദ്ധി കൊണ്ട് പോകാമോ? क्या हम अपने पवित्रता से जा നമ്മുടെ सकते हैं? പ്രാപ്തി കൊണ്ട് പോകാമോ? क्या हम अपने अपने तरीके से जा सकते हैं? ഒരിക്കലും സാധ്യമല്ല. नहीं, ये कभी भी नहीं हो सकता। അങ്ങനെയാണെങ്കിൽ ഈ ധനവാന്മാരെല്ലാം സ്വർഗത്തിൽ പോകും. और अगर ऐसा होगा सारे धनी लोग स्वर्ग चले जाते हैं ദരിദ്രന്മാരെല്ലാം നരകത്തിലേക്കും പോകും. और सारे गरीब लोग नरक में चले जाते നാം हैं। ചിന്തിച്ചുകൊണ്ട് ഇരുന്ന ചിന്താവിഷയത്തിലേക്ക് വരാം. हम अपने ध्यान के वचन में वापस आए। പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തെ വിട്ടു പോകുമ്പോൾ मनुष्य ने जब पाप करके परमेश्वर को छोड़ के वापस चला गया ദൈവം 4 കാര്യങ്ങളാണ് കൊടുത്തത്. और उसको 4 बातें परमेश्वर ने दिया। ഒന്ന് തോല് കൊണ്ടുള്ള ഉടുപ്പ്, सबसे पहला खाल से बना हुआ उसका രണ്ട് वस्त्र, വീണ്ടെടുപ്പിനായുള്ള വാഗ്ദത്ത സന്തതി, और दूसरा छुटकारे का प्रतिज्ञा, മൂന്ന് മനസ്സാക്ഷി എന്ന പ്രമാണം, और तीसरा विवेक करके उसको चिन्ह दिया, നാലാമത് മരണം എന്നൊരു വിടുതൽ. और चौथा मृत्यु का उसको एक छुटकारा दिया। ചിലർ ചിന്തിക്കും മരണം അയ്യോ ഒരു ശാപമാണെന്ന്. और कुछ लोग ऐसा सोचते होंगे कि मृत्यु तो एक श्राप है। ഇല്ല സഹോദരങ്ങളെ, മരണം ഒരിക്കലും ശാപമല്ല. नहीं प्रिय भाइयों और बहनों, मृत्यु एक श्राप नहीं है। പൗലോസ് മരണത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞതാ, पौलुस मृत्यु की ओर देख के ऐसा कहता है, അത് ഏറ്റവും അത്യുത്തമമാ. और वो बहुत ही अच्छा है। ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിനങ്ങളുണ്ട്. हमारे जीवन में सबसे बहुत ज्यादा महत्वपूर्ण 2 दिन ഒന്ന് है। ഞങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ നീതിമാന്മാരുടെ ഗണത്തിൽ എഴുതിയ ദിനമാ. एक हमारा जीवन की पुस्तक में लिखा हुआ दिन। 2 ഞങ്ങളുടെ ശരീരവും ആത്മാവും വേർപിരിഞ്ഞ് ആത്മാവ് സൃഷ്ടാവിങ്കൽ പോകുന്ന മരണത്തിന്റെ ദിവസമാണ്. दूसरा हमारा शरीर और आत्मा जिस दिन अलग होता है वो मृत्यु का दिन। ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। ദൈവത്തിന്റെ നീതിയുടെ അടയാളമാണ് ഈ മരണം. परमेश्वर के नीति का धार्मिकता का वो चिन्ह है ये मृत्यु। മനുഷ്യന് വീണ്ടെടുപ്പില്ല. इसलिए उसके बिना मनुष्य को एक छुटकारा नहीं है। മരണമില്ലെങ്കിൽ മനുഷ്യനെ ഉദ്ധരിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല. अगर मृत्यु नहीं है तो मनुष्य को छुटकारा नहीं അതിനാൽ मिलेगा। ദൈവം മനുഷ്യരോട് പറയുക, इसलिए परमेश्वर मनुष्य से ऐसा कहता है, നിന്നെ ഞാൻ മണ്ണിൽ നിന്നെടുത്തു, നീ തിരികെ മണ്ണിലേക്ക് പോകും. मैंने तुझे मिट्टी से बनाया है तो मिट्टी में वापस जाओगे। മനുഷ്യന്റെ ആയുസ്സിന് ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുക. मनुष्य के जीवन के दिनों की गिनती की गई है। നാം തിരുവഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ हम अगर पवित्र शास्त्र की ओर लौट के आते हैं, മനുഷ്യന്റെ ആയുസ് ഭൂമിയിൽ എണ്ണപ്പെട്ടതാ. एक मनुष्य का जीवन के दिन इस पृथ्वी पे लिखे गए ഒരു हैं। മനുഷ്യന് 70 വയസ്സെന്ന് നാം പറയുമ്പോൾ एक मनुष्य को अगर 70 साल हम बोलते हैं, ബൈബിൾ പറയുന്നു 70 സംവത്സരം. पवित्र शास्त्र कहता है 70 ऐसे दिन। ഈ 70 സംവത്സരം എന്ന് പറഞ്ഞാൽ 70 अवसर बोलने पे നിങ്ങളത് ദിവസമായി കണക്ക് കൂട്ടുമ്പോൾ हम उसको अगर दिन के तरीके से तुलना करें ഏതാണ്ട് 25,567 ദിവസമേ ഉള്ളൂ. तो 26,521 दिन ही है। 25,567 ദിവസം. 26,567 दिन है। നമ്മൾ 70 വർഷം ജീവിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമേ ഉള്ളൂ. हम अगर 70 साल अगर जीवित रहते हैं तो इतने ही दिन हैं। അതിലൊരു 8,000 ദിവസത്തോളം നിങ്ങൾ ഭക്ഷണം കഴിച്ചും വസ്ത്രം കഴിച്ചും പോകും. उसमें एक 800 दिन हम खाना खा के और कपड़े पहन के उसमें निकल जाते हैं। അതിനു മുൻപേ നിങ്ങളുടെ ശിശുപ്രായവും നിങ്ങളെ വാർദ്ധക്യമെന്ന 2 ഭാഗം പോകും. उसके पहले आपका बचपना और वो ऐसे करके निकल जाता है। ശേഷിപ്പുള്ളതിൽ 1/3 നിങ്ങൾ ഉറങ്ങിപ്പോകും. और बाकी के 3 हिस्सा आप नींद में बिता देते हैं। പിന്നെ നിങ്ങൾ എന്ത് ജീവിച്ചെന്നാണ് പറയുന്നത്? फिर आपने क्या जीवन बिताया, आप क्या कहते हैं? നമ്മളെല്ലാം വഴിയാത്രക്കാരാ. हम सब मार्ग के मुसाफिर हैं। ഒരു ദിവസം നമ്മൾ മരിക്കും. एक दिन हम जरूर मृत्यु को ഒരു ദിവസം നമ്മൾ മരിക്കും. एक दिन हम मर जाएंगे। ആ മരിക്കുന്നതിന് മുൻപേ उस मरने से पहले നാം നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. हम अपने सृष्टिकर्ता परमेश्वर के बारे में जानना चाहिए। നമ്മുടെ ധർമ്മത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. हमारे धर्म के बारे में हम
जानना चाहिए। നാം മരിച്ചാൽ എവിടെ പോയി ചേരുമെന്നുള്ളത് നമ്മൾ അറിയണം. हम मरने के बाद कहाँ जाके दाखिल होंगे, हम इस बात को जानना चाहिए। ചില മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. कुछ लोगों को बहुत सारी बातों का ज्ञान है। ദൈവമക്കളെ എല്ലാം കൂടെ അറിയണമെന്നില്ല. ये परमेश्वर के बच्चों सब कुछ जानना जरूरी नहीं है। നമ്മൾ ആരാണെന്ന് അറിയണം. हम कौन है ये बात को जानना जरूरी है। നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയണം. हमारा धर्म क्या है ये बात जानना जरूरी है। എന്റെ ധർമ്മത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കെ मेरे धर्म के बारे में मैं जानना जरूरी है। ഒരിക്കൽ ഇയ്യോബ് പറയുക, एक बार इस प्रकार अय्यूब कहता है, ദൈവമേ നീ മനുഷ്യരോട് കരുണ തോന്നിയിട്ട हे प्रभु तुम मनुष्य के ऊपर करुणा दिखा के നീ 1000 പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ച് तुमने 1000 लोगों के ऊपर एक दूत को ठहराया है। 1000 പേർക്ക് ഒരു ദൂതനെ നിയോഗിച്ച് 1000 लोगों के ऊपर एक दूत को ठहराना चाहिए അവനോട് അവന്റെ ധർമ്മമൊന്ന് അറിയിക്കണമേ. और उसको उसके धर्म के बारे में आप बताना चाहिए। ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അറിവെന്താ? हे परमेश्वर के बच्चों इस संसार में सबसे बड़ा ज्ञान क्या है? ഞാൻ ആരാണെന്ന് അറിയണം. सबसे बड़ा मैं कौन हूँ ये जानना चाहिए। ഞാനൊരു വഴിയാത്രക്കാരനാണ്. हे प्रभु मैं तो मुसाफिर हूँ। എന്റെ ആയുസ്സിൽ ഇത്ര നാളിപ്പോൾ കഴിഞ്ഞിരിക്കും. मेरे जीवन के इतने दिन बीत चुके हैं। ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ദിനങ്ങളെ എണ്ണാറുണ്ട്. मैं बीच बीच में अपने दिनों को इस प्रकार गिनता ചില हूँ। രാത്രിയിൽ ഞാൻ ഇതിന് ചുമ്മാ അടിച്ചു നോക്കും. कुछ रात में मैं ऐसे बैठ के अपने दिनों को ऐसे ഇനി गिनती करता ദൈവം हूँ। എനിക്ക് 20 വർഷം കൂടെ തന്നാലും अब अगर परमेश्वर 20 साल और देता है तो ഏതാണ്ട് 6600 ദിവസം കൂടെ ഉള്ളൂ. कुछ 6600 दिन ही बाकी है। അത് കഴിയുമ്പോൾ ഞാൻ ഈ ലോകം വിട്ടുപോകെ. उसके बाद मुझे तो ये संसार छोड़ के जाना होगा। സഹോദരങ്ങളെ നിങ്ങൾ ആരാണെന്ന് അറിയണം. इसलिए प्रिय भाइयों आप कौन है आप इस बात को जानना चाहिए। രണ്ടാമത്തെ അറിവേതാണ് दूसरा ज्ञान क्या है? നിങ്ങളുടെ ധർമ്മം എന്താണെന്ന് അറിയണം. आपका धर्म क्या है ये आप जानना ഞാൻ എന്റെ चाहिए। ധർമ്മം അറിഞ്ഞേ ജീവിക്കാവൂ. मेरा धर्म जान के ही मैं जीवन बिताना चाहिए। ഹൈന്ദവ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ अगर हम उस बात के बारे में हम ज्ञान करेंगे तो ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമുണ്ട്. ये बहुत ही महत्वपूर्ण एक विषय है। ഒരിക്കൽ പാണ്ഡവരോട് ഒരുവൻ ചോദിച്ചു, एक बार पांडवों से एक व्यक्ति ने ऐसा पूछा, അതിലെ ധർമ്മിഷ്ഠൻ എന്ന മൂത്ത ജ്യേഷ്ഠനോട് ചോദിച്ചു, उसने धर्मिष्ठ करके उसके सबसे बड़े व्यक्ति से पूछा ലോകത്തിലെ ഏറ്റവും വലിയ അറിവേതാ? दुनिया का सबसे बड़ा ज्ञान क्या है? ധർമ്മിഷ്ഠൻ പറഞ്ഞു, അതിന്റെ ധർമ്മം അറിഞ്ഞതാണ് ഏറ്റവും വലുത്. युधिष्ठिर ऐसा कहता है कि उसका धर्म जाना ही सबसे बड़ी बात है। നമ്മളെല്ലാവരും നമ്മുടെ ധർമ്മം അറിഞ്ഞ് ജീവിക്കണം. हम सब लोग अपना धर्म को जान के जीवन बिताना चाहिए। നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോടൊരു കടപ്പാടുണ്ട്. हमें अपने परमेश्वर की तरफ एक लेखा है। നമുക്ക് ഈ പ്രപഞ്ചത്തോടൊരു കടപ്പാടുണ്ട്. हमें संसार की ओर एक हमें लेखा है। നമ്മുടെ സഹപ്രവർത്തകരോട് നമുക്കൊരു കടപ്പാടുണ്ട്. हमारे साथ के लोगों के लिए हमें काम करना जरूरी है। നാം ആയിരിക്കുന്ന എല്ലാ തുറകളിലും എനിക്കും നിങ്ങൾക്ക് ഓരോ കടപ്പാടുണ്ട്. हम रहने वाले सारे दिनों में आपके लिए और मेरे लिए कुछ काम रखा है। അറിയാതെ ജീവിച്ചാൽ ഒടുവിൽ നമ്മൾ ദുഃഖിച്ച് ലജ്ജിക്കേണ്ടി വരും. हम अगर बिना जाने इस जीवन को बिताएंगे तो एक समय आएगा जब हम लज्जित हो जाएंगे। നമ്മൾ ആരാണെന്ന് അറിയാം. लेकिन हम कौन है ये जानना चाहिए। നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയാം. दूसरा हमारा धर्म क्या है ये जानना चाहिए। ചിന്തിക്കുന്ന ഒരു മനോഭാവമല്ല ദൈവത്തിന്റേത്. हम जिस प्रकार सोचते हैं वैसा सोच हमारा परमेश्वर का नहीं है। ദൈവം നീതിമാനാണ്. वो परमेश्वर धर्मी परमेश्वर है। അദ്ദേഹത്തിന് ഒരിക്കലും തന്റെ നീതി വിട്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. वो परमेश्वर अपने धार्मिकता को छोड़ के कुछ भी नहीं कर सकता। എന്നെ പ്രതിയോ നിങ്ങളെ പ്രതിയോ ഒന്നും തന്റെ നീതിക്ക് മാറ്റം വരത്തില്ല. मेरे प्रति या आपके प्रति वो अपने धर्म को बदलेगा नहीं। ഞാൻ ഒരിക്കലും ഒരു വിശ്വാസ വീട്ടിലായിരിക്കുമ്പോൾ मैं एक बार एक विश्वास घर में जब था, ഞാൻ അവിടെ നിന്ന് റോഡിലേക്ക് വന്നിട്ട് ഒരു വിവാഹത്തിന് വേണ്ടി പോവുകയാണ്. मैं वहाँ पे रोड में आके एक विवाह की ओर से जा रहा അപ്പോൾ था അതൊരു വളരെ ഇടുക്കമായ ഒരു സ്ഥലമായി. और वो बहुत ही संकरा रास्ता था രണ്ട് സൈഡിലും മതിൽക്കെട്ടുകളായി. और दोनों तरफ दीवारें खड़ी थी ആ റോഡ് വളരെ മോശമായി, വെള്ളം ഇങ്ങനെ ചീഞ്ഞഴുകിയ. और वो मार्ग भी बहुत बेकार था, उसमें पानी ऐसे भरा पड़ा था। ഞാൻ അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. मैं उसके किनारे से यूं चल रहा था। പെട്ടെന്ന് കേരളത്തിലെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഇങ്ങോട്ട് വരിക. एक केरल का एक सुपर बस आ रहा था। അതിങ്ങനെ വന്നു. वो ऐसे आ रहा था എനിക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ഇടമില്ല. तो मैं ना बाईं ओर जा पाया ना दाईं ओर। ഞാൻ ചിന്തിച്ചു, എന്റെ ദേഹത്ത് ചള്ള തെറിപ്പിക്കും. तो मैंने सोचा कि मेरे ऊपर अभी चीटे छिड़का എന്റെ ഉടുപ്പ് മുഴുവൻ മോശമാണ്. मेरा वस्त्र पूरा बेकार हो जाएगा। പക്ഷേ ആ വൃത്തികെട്ട മനുഷ്യനെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കും. वो बेकार मनुष्य मेरे ऊपर ऐसे चीटे कर देगा। വണ്ടിയിൽ ഇരിക്കുന്നവരെല്ലാം അത് കണ്ട് തൂവി വിളിക്കും. और जितने लोग उस गाड़ी में बैठे हैं वो चिल्ला के ऐसे हंसेंगे। എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഇടമില്ല. मैं ना इस तरफ जा पाया ना उस तरफ। അപ്പൊ ഞാൻ ആ ഡ്രൈവറെ ഉള്ളം കൊണ്ട് ദുഷിക്കാൻ തുടങ്ങി. तो मैं उस ड्राइवर को अंदर ही मन से और उसको श्राप देने लगा। അതൊരു ദുഷ്ട മനുഷ്യൻ എന്റെ ദേഹത്ത് ചള്ള തെറിപ്പിക്കും. मैं उसको
अपने मन में इस प्रकार बोलने लगा कि वो दुष्ट मनुष्य है और मेरे पर चींटे എത്രയോ चलाएगा। വലിയ മനുഷ്യനാണെന്നറിയാമോ? लेकिन वो मुझसे भी कितना अच्छा और बड़ा मनुष्य था। ഹിന്ദു മനുഷ്യനാണ്. वो एक हिंदू मनुष्य था। അദ്ദേഹം എന്നെ കണ്ടുടനെ വാഹനം നിർത്തി. जैसे ही उसने मुझे देखा उसने अपने वाहन को रोक दिया। കൈകൊണ്ട് കാണിച്ചു വന്നാട്ടെ എന്ന് പറഞ്ഞു. उसने कहा, उसने गाड़ी को रोक दिया। उसने कहा आओ। സൈഡിൽ കൂടെ പോയി. मैं तब उसके किनारे किनारे ഞാൻ चलने लगा। വാഹനത്തിന്റെ പിന്നിൽ ചെല്ലും വരെയും അതേ വാഹനം അനക്കാറി. मैं जब तक उस वाहन के पीछे तक ना पहुंच गया तब तक वो वाहन खड़ा रहा ഒരു തുള്ളി ചള്ള പോലും തെറിപ്പിച്ചു. और मेरे शरीर में एक भी छींटा उसने ഞാൻ नहीं ഏറ്റവും छिड़काया। ബാക്കിൽ ചെന്നപ്പോൾ അദ്ദേഹം കണ്ണാടി വഴി നോക്കി. मैं सबसे पीछे पहुंचने के बाद उसने शीशे से मुझे देखा കൈ കാണിച്ചിട്ട് വണ്ടി വിട്ടു. और उसने हाथ दिखा के उसके बाद वाहन को പിന്നെ शुरू किया। ആത്മാവ് എന്നോട് ചോദിച്ചു, നീയാണോ ദുഷ്ടൻ അദ്ദേഹമാണോ ദുഷ്ടൻ? तब आत्मा ने इस प्रकार मुझसे पूछा कि क्या तू दुष्ट है कि क्या वो मनुष्य दुष्ट है? നീയാണോ ദുഷ്ടൻ ആ മനുഷ്യനാണോ ദുഷ്ടൻ? क्या तू दुष्ट है कि वो मनुष्य? നീ ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് എന്തെല്ലാം നിരൂപിച്ചു കഴിഞ്ഞു. तुमने इस एक सेकंड में क्या क्या बातों को सोच लिया നിന്റെ നിരൂപണമൊക്കെ ഇവന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. और तुमने जितनी बातों को सोचा है वो मेरे सिंहासन के पास वहां पहुंचा है। നീയാണോ ദുഷ്ടൻ ആ മനുഷ്യനാണോ ദുഷ്ടൻ? क्या तुम दुष्ट हो कि वो मनुष्य दुष्ट है? നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? अगर तुम ऐसे होते तो क्या ऐसे करते? ഞാൻ നീതിമാനാണെന്ന് നീ അറിഞ്ഞുകൊള്ളേ. मैं धर्मी परमेश्वर हूं, तुम जानना चाहिए। ദൈവം ഒരിക്കലും തന്നെ നീതി വിട്ടു പോകത്തില്ല. परमेश्वर कभी भी अपने धार्मिकता को नहीं छोड़ेगा। ശ്രോതാക്കളെ, നമ്മുടെ ധർമ്മം അറിഞ്ഞിരിക്കുക. प्रिय सुनने वाले, आप ध्यान से सुनिए, आप अपना धर्म को जानना चाहिए। അതിനുശേഷം നിങ്ങൾ അറിയേണ്ടത്, और उसके बाद आप क्या जानना ഒരു चाहिए? ദിവസം നമ്മൾ മരിക്കും. एक दिन हम जरूर मर जाएंगे। നമ്മളെല്ലാം നിത്യതയിലേക്ക് പോകും. हम सब कुछ छोड़ के नित्यता में जा നാം मिलेंगे। നിത്യതയിലെത്തുമ്പോൾ നമ്മൾ എവിടെയായി? हम नित्यता में जाने पे हम कहाँ पे होंगे? ലോകത്തിലെ ഏറ്റവും വലിയ അറിവാണ് ഞാൻ നിങ്ങളോട് പറയും. संसार में सबसे बड़े ज्ञान की बात आपके साथ में बांटता हूँ। നിങ്ങൾ ആരാണെന്ന് അറിയണം. सबसे बड़ी बात आपको ये जानना चाहिए। ഞാനൊരു വഴിയാത്രക്കാരനാണ്. हे प्रभु, मैं तो मुसाफिर हूँ। എണ്ണപ്പെട്ട ദിനങ്ങളെ ഉള്ളൂ എനിക്ക്. गिनती किए हुए दिन मेरे सामने रखे। ഇപ്പോൾ എന്റെ ആയുസ്സിൽ ഇത്ര ഭാഗം കഴിഞ്ഞു. मेरे जीवन के इतने दिन बीत चुका ഈ है, ബാലൻസ് ഇത്ര കിടപ്പുണ്ട്. अब थोड़े ही दिन बाकी हैं। യജമാനനെ, ഞാൻ ഒരു ദിവസം മരിക്കും. हे यजमान, मैं थोड़े एक दिन तो मर जाऊंगा। വിട്ട് നിന്റെ അടുക്കൽ വരും. मैं सब कुछ छोड़ के तेरे पास ഇത് पहुंच जाऊंगा। പറഞ്ഞു തന്നത് ഒരു ദരിദ്രനായ മനുഷ്യനായി. और ये बता के देने वाला एक दरिद्र मनुष्य है। ഒരു നാൾ ഞാൻ കഠിനമായ രോഗത്തിന് അടിമപ്പെട്ടു. एक बार मैं बहुत ही भयानक रोग में, ഞാൻ അങ്ങനെ രോഗിയായിരിക്കുമ്പോൾ मैं जब रोगी होके रहा, ഒരു ദരിദ്രനായവൻ ഭിക്ഷോമിൽ വന്നു. एक दरिद्र मनुष्य पेटों में आया അദ്ദേഹം ഒരു ഭിക്ഷക്കാരനെ പോലെയാണ് വന്നത്. और वो एक भिखारी के समान मेरे भवन में आया। അദ്ദേഹമാണ് ഈ കാര്യം എനിക്ക് പറഞ്ഞത്. और उस व्यक्ति ने ही मुझे इस बात से അദ്ദേഹം प्रकट किया। പോകുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു. वो व्यक्ति जाते समय मुझसे एक बात कह रहा, ഒരു ദിവസം ഒരു നന്മയെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണം. इस भूमि पे एक दिन कम से कम तुम एक अच्छी बात इस पृथ्वी में, ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യണം. एक दिन कम से कम एक अच्छी बात तो इस पृथ्वी में करना അങ്ങനെയാണെങ്കിൽ चाहिए। ഒരു വർഷം 365 ദിവസമുണ്ട്. നിനക്ക് 365 നന്മ ചെയ്യാം. अगर ऐसा है तो साल में 365 दिन है, तुम 365 भली बातों को कर सकते हो। അങ്ങനെയാണെങ്കിൽ നീ മരിക്കുമ്പോൾ अगर ऐसा है तो तुम मरने पे സ്വർഗത്തിൽ നന്മയുടെ വലിയൊരു കൂമ്പാരം കാണും. और स्वर्ग में तुम भली बातों का एक बहुत बड़ी ढेर को നീ देखोगे। സ്വർഗത്തിലെത്തുമ്പോൾ യേശു എഴുന്നേറ്റ് നിന്നെ സ്വീകരിക്കും. जब तुम स्वर्ग में जाओगे तो यीशु उठ के तुम्हें स्वीकार करेगा। വന്നാട്ടെ വിശ്വസ്തദാസനെ വന്നാട്ടെ എന്ന് വിളിക്കും. आओ आओ मेरे विश्वासियों के दास, आ जाओ, ऐसे करके पुकारेगा। ഒരു യാചകനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. एक याजक ने मुझे ये बात को बता के दिया। പ്രിയ സഹോദരങ്ങളെ, आप ध्यान से सुनिए मेरे प्रिय भाइयों और നമ്മുടെ बहनों, സൃഷ്ടാവിലേക്ക് പോയി ചേരണം. हम अपने परमेश्वर के पास वापस जाके मिलना चाहिए। അവിടേക്ക് പോകാം. किस प्रकार हम उसके पास वापस जा നാളുകൾ सकते हैं? എണ്ണപ്പെട്ടതല്ലേ? हमारे दिन तो गिने हुए हैं। അറിയേണ്ട കാര്യം അറിഞ്ഞിരിക്കുക. हम जानने वाली बातों को जानना चाहिए। നമ്മൾ ആരാണെന്ന് അറിയുക. सबसे पहले मैं कौन हूँ जानना चाहिए। നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയുക. दूसरा, हमारे धर्म क्या है इस बात को जानना എല്ലാവരും चाहिए। കടപ്പെട്ട മനുഷ്യരാണ്. हम बहुत ही ऐसे बात को जानने वाला मनुष्य, മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളോട് കടപ്പെട്ടവരാണ്. और माता पिता लोग बच्चों के लिए ऐसे भार है, ശുശ്രൂഷകരായി ഞങ്ങൾ ജനത്തോടും സഹപ്രവർത്തകരോടും കടപ്പെട്ടവരാണ്. और हम सेवक लोग विश्वासी के लिए ऐसे उदाहरण लिए मनुष्य हैं। ഒരു രാജാവ് പ്രജകളോട് കടപ്പെട്ടവനാണ്. और एक राजा और प्रजा के लिए एक उदाहरण लिया हुआ मनुष्य के समान है। തന്റെ കുടുംബത്തിൽ ഭാര്യയോടും മക്കളോടും കടപ്പെട്ട एक पिता अपनी पत्नी और बच्चों के लिए एक जिम्मेदार मनुष्य के समान दिखाई पड़ता है। കടപ്പാടുകൾ തികച്ചേ നിത്യതയിൽ പോകാം. इसलिए हमारी जिम्मेदारी को खत्म करके ही हम नित्यता में जाना चाहिए। കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒത്തില്ലെന്ന് വരും. हो सकता है हम कई बार बड़े बड़े कामों को ना कर पाए। ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന
ശാസ്ത്രജ്ഞൻ തെരുവിൽ കൂടെ പോവുകയായി. एक बार अल्बर्ट आइंस्टाइन एक मार्ग में चल रहा था അദ്ദേഹം തലമുടിയും താടിയൊക്കെ വളർത്തി ഒരു വികൃത രൂപത്തിൽ പോവുകയാണ്. और उन्होंने बड़े बड़े बाल और बड़े बड़े दाढ़ी को बढ़ा के ऐसे वो रूप में जा रहे അപ്പോൾ थे. തെരുവിലിരുന്ന ഒരു യാചകൻ സാറേ എനിക്ക് എന്തെങ്കിലും തരാമോ എന്ന് ചോദിച്ചു. तो मार्ग में बैठा हुआ व्यक्ति उससे ऐसा कहता है, हे प्रभु मुझे कुछ दे दे. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി अल्बर्ट आइंस्टाइन अपने वाहन से उतर गया. തന്റെ അടുക്കൽ ചെന്നിട്ട് उसके पास जाके തന്റെ രണ്ട് പോക്കറ്റും തപ്പി നോക്കി. उसने अपने दोनों जेब में हाथ डाल के देखा. പോക്കറ്റിൽ പണമൊന്നുമില്ല. उसकी जेब में कोई भी धन नहीं था. ആൽബർട്ട് തോളത്ത് കൊട്ടിട്ട് പറഞ്ഞു സ്നേഹിത പിന്നെ ഞാൻ തരാം. अल्बर्ट ने उसके कंधे पे ऐसे ठोक के कहा, मैं तुम्हें बाद में दूंगा, നാളെ ഞാൻ വരുമ്പോൾ നിനക്ക് തരാം. कल मैं आके तुमको दूंगा. പോകാൻ തുടങ്ങിയപ്പോൾ ഇവൻ ചോദിച്ചു, जब जाने लगा तो उसने ऐसा पूछा, എനിക്ക് മനസ്സിലായില്ല അങ്ങേ ആരാണ്? मैं समझ नहीं पाया कि आप कौन हैं. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനാണ്. तब उसने कहा कि मैं अल्बर्ट आइंस्टाइन അവൻ हूँ. ചാടി എഴുന്നേറ്റു. वो बहुत ही तेज उड़ गया. അങ്ങേ ആൽബർട്ട് ഐൻസ്റ്റൈനാണോ? क्या आप अल्बर्ट आइंस्टाइन हैं? അയ്യോ അങ്ങേ എനിക്ക് പൈസയൊന്നും തരണ്ട. अरे नहीं, आप मुझे पैसा देने की जरूरत नहीं है. അങ്ങേ എനിക്ക് പൊന്നാണയം തരുന്നതിനേക്കാൾ വലുതാണ്. आप मुझे सोना देने से भी बढ़ के है. അങ്ങേ എന്നെ സ്നേഹിതാന്ന് വിളിച്ചില്ലേ? आपने मुझे हे प्रेमी करके बुलाया, അങ്ങേ എന്നെ സ്നേഹിതാന്ന് വിളിച്ചില്ലേ? हे प्रिय करके बुलाया. അങ്ങ് ലോകത്തിൽ എത്ര വലിയവനാണ്. आप इस संसार में कितने बड़े मनुष्य हैं. ഞാൻ തെരുവിലെ യാചകനല്ലേ? मैं मार्ग में पड़ा हुआ याजक हूँ. അങ്ങേ എന്നെ സ്നേഹിതാന്ന് വിളിച്ചില്ലേ? आपने मुझे प्रिय भाई करके बुलाया. അങ്ങേ എന്നെ സ്നേഹിതാന്ന് വിളിച്ചില്ലേ? आपने प्रिय भाई करके बुलाया. മതി, അത് മാത്രം മതി. वो मेरे लिए काफी है. ഇന്ന് തുടങ്ങി ഞാൻ എല്ലാവരോടും പറയും, आज से मैं हर दिन ऐसे लोगों से बोलूंगा, ജനസിന് എന്റെ സ്നേഹിതനാണ്. अल्बर्ट आइंस्टाइन मेरे प्रिय भाई है. നമുക്ക് എല്ലാ കാര്യവും പ്രവൃത്തി ചെയ്യാൻ ഒത്തൊന്നു വരത്തില്ല. हम सारे बातें हो सकता है अपने काम में या प्रवृत्ति में ना ला നമ്മൾ पाए, അവനെ സ്നേഹത്തോടെ സ്നേഹിതാണെന്ന് വിളിച്ചാൽ മതി. लेकिन हम प्यार से हे प्रिय भाई करके बुलाना काफी ഇത് है. വലിയ നന്മയാണ്. वो बहुत बड़ी भलाई का काम അതിനാൽ है. നമ്മുടെ നന്മകളെ ചെയ്ത് നമുക്ക് ജീവിക്കാം. ऐसे करके हम अपनी भलाइयों को करके जीवन बिताएं. അടുത്തതായിട്ടുള്ള അറിവെന്താണ്? अगला ज्ञान की बात क्या ഒരു है? ദിവസം ഇവിടം വിട്ടുപോകും. एक दिन हम छोड़ के यहाँ से चले നമ്മളൊക്കെ जाएंगे. എവിടേക്ക് പോകും? हम कहाँ जाएंगे? നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? क्या हम अपने साथ कुछ लेके जाएंगे? ഫ്ലാറ്റ് കൊണ്ടുപോകുമോ? क्या फ्लैट लेके जाएंगे? ഈ ഹോണ്ടയുടെ കാർ क्या കൊണ്ടുപോകും? होंडा का कार लेके जाएंगे? ഓ നമ്മൾ ഉണ്ടാക്കിയ പണമെല്ലാം കൊണ്ടുപോകും. क्या आपने बनाया हुआ कमाया हुआ धन लेके जाएंगे? ഇതൊന്നും കൊണ്ടുപോകത്തില്ല. कुछ भी नहीं ले जा पाएंगे. നമ്മളിവിടെ നിന്ന് പോകും. हम यहाँ से जाएंगे. ഒരു ദിവസം एक दिन കണക്കനുസരിച്ച് गिनती के दिनों के अनुसार 5,64,000 പേരാണ് ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്നത്. और 6,600 लोग हर एक दिन मरते हैं. 5,64,000. 5,06,000 लोग. നമ്മളെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുക. हम ऐसे क्यों में खड़े हैं? ഓരോരുത്തർ ഇങ്ങനെ സെക്കൻഡിൽ 3 പേര് വീണോണ്ടിരിക്കും. एक के बाद एक क्षण में 3 लोग ऐसे गिरते जाते हैं. ഇടയ്ക്കിടയ്ക്ക് പുറകിൽ നിന്ന് തള്ളൽ വരും. और कभी कभी पीछे से एक धक्का आता है. ഭൂകമ്പം, സുനാമി, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. भूकंप और सुनामी, इसमें से कुछ बातें हैं. അപ്പൊ നമ്മളെല്ലാം ക്യൂവിൽ നിൽക്കുക. इसलिए हम सब उस कतार में खड़े हैं. ഒരു ദിവസം മരിക്കും. एक दिन मरना है. നമ്മുടെ ആത്മാവ് എവിടേക്ക് പോകും? हमारा आत्मा कहाँ जाएगा? ഒരു നാളിൽ സോക്രട്ടീസിന്റെ അടുക്കൽ വന്ന एक बार सोकस के पास आने के पर അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, और उसका दास ऐसे पूछता है, ഗുരു, हे गुरु, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാനാണ് संसार में सबसे बड़ा व्यक्ति कौन है? സോക്രട്ടീസ് അങ്ങ് കുനിഞ്ഞിരുന്നു. सोकस ऐसे सिर झुका के बैठा है. സ്നേഹിതൻ ചിന്തിച്ചു, तब वो भाई ऐसे सोचता എന്റെ है, ഗുരു ഏതോ ലോകത്തിലെ മഹാനെ കുറിച്ച് ചിന്തിക്കുക. मेरा गुरु किसी महान व्यक्ति के बारे में सोच रहा है. അല്പം കഴിഞ്ഞിട്ട് സോക്രട്ടീസ് പറഞ്ഞു, और थोड़े ही क्षण के बाद सोकस कहता है, ശിഷ്യ, हे दास, മനുഷ്യന്റെ ആയുസ് ക്ഷണഭംഗുരമാണ്. ये चेले, मनुष्य का जो जीवन है वो क्षण भर का है. അത് ചുരുങ്ങിയ സമയമാണ്. वो बहुत ही कम वक्त है. പക്ഷെ മനുഷ്യന്റെ ആത്മാവ് വിലപ്പെട്ടതാണ്. लेकिन मनुष्य का आत्मा बहुत ही अच्छा ഈ है. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ और ये थोड़े से वक्त में ही, ഈ മനുഷ്യന്റെ അനശ്വരമായ ആത്മാവിന് और इस मनुष्य का जो आत्मा है, സുരക്ഷിതമായ ഇരിപ്പിടം കണ്ടെത്തിയവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. और वो आत्मा सुरक्षित स्थान में जो जिसका पहुंचता है वो ही सबसे बड़ा धन्य व्यक्ति है. ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടനാണോ മഹാൻ? और भूमि का, पृथ्वी का आकर्षण जो जिसने देख लिया, क्या वो आइजैक न्यूटन महान है?
കമ്മ്യൂണിസ്റ്റ് എഴുതി ഉണ്ടാക്കി കാർൽ മാർക്സ് ആണോ മഹാൻ? कम्युनिस्ट में लिखा हुआ है कार्ल मैक्स क्या वो महान है? ഈ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ആണോ മഹാൻ? क्या वो बल्ब को बनाया हुआ थॉमस एडिसन महान है? അവനാരുമല്ല മഹാൻ. नहीं, वो कोई महान नहीं ഈ है। ശരീരം വിട്ട് ആത്മാവ് പിരിയുമ്പോൾ ये शरीर छोड़ के जब आपका आत्मा निकल ഈ जाएगी, ആത്മാവിന് സുരക്ഷിതമായ ഇരിപ്പിടം കണ്ടെത്തിയവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. इस आत्मा के लिए सुरक्षित स्थान जो भी पाता है वही इस संसार में सबसे बड़ा महान व्यक्ति है। അറിയുക സ്നേഹിതരെ, इसलिए प्रिय भाई और बहनों, आप जान लीजिए ആരാണെന്ന് അറിയുക. हम क्या कौन है ये जान लीजिए। നമ്മുടെ ധർമ്മം എന്താണെന്ന് അറിയുക. हमारा धर्म क्या है ये जान लीजिए। ഭൂമിയിലേക്ക് ജന്മം നൽകി അയച്ച നമ്മുടെ സൃഷ്ടാവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അറിയുക. और भूमि में सृष्टि करके जो हमारे परमेश्वर ने भेजा उसके आज समझ और उसके ज्ञान को ഈ ലോകം വിട്ടു പിരിയുമ്പോൾ ആത്മാവ് എവിടേക്ക് പോയി ചേരുമെന്ന് അറിയുക. इस संसार को छोड़ के जब हम जाएंगे तो हमारी आत्मा कहाँ जाएगा, इस बात को जान लीजिए। ഇതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ അറിവ്. और यही इस संसार का सबसे बड़ा ज्ञान है। കാരണം ഈ ലോകത്തിലെ സകലതും മരണത്തിൽ വിട്ടൊഴുകിയ और ये संसार की सारी बातें मिट्टी में मिल जाएगा। ദൈവത്തിന് മഹത്വം ഉണ്ടാകും. परमेश्वर के भव्य नाम की स्तुति हो। നമ്മുടെ ദൈവത്തിങ്കിലേക്ക് പോയി ചേരെ. देखिए हम परमेश्वर के पास वापस ഈ लौटना चाहिए। ദൈവത്തിങ്കിലേക്ക് പോകാനുള്ള വഴി യേശുവാ. इस परमेश्वर के पास वापस लौटने के लिए एक ही मार्ग है, वो यीशु है। യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് അവിടേക്ക് പോകാനൊക്കെ. सिर्फ यीशु के द्वारा ही हम वहाँ पहुँच ഈ सकते हैं। ദിനങ്ങളിൽ നമുക്കത് ചുരുക്കമായി ചിന്തിക്കാം. इन दिनों में आप संक्षेप करके इन बातों के बारे में ध्यान യേശുവിൽ കൂടെ करेंगे। എങ്ങനെ നമുക്ക് ദൈവത്തിങ്കൽ പോകാം? यीशु के द्वारा हम किस प्रकार परमेश्वर के पास तक जा पहुँचेंगे। യേശു ആരാണ്? यीशु कौन है? യേശു എന്തിനാണ് ലോകത്തിൽ വന്നത്? यीशु इस संसार में क्यों आया है? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो। ഞാൻ ആരാണ്, നിങ്ങൾ ആരാണെന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടാ. अभी मैं कौन हूँ, आप कौन है, ये परमेश्वर नहीं जानता। ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, आप बहुत ध्यान से सुनिए मेरे प्रिय भाइयों और बहनों। ഞാൻ ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. मैं कौन हूँ ये परमेश्वर को जानने की आवश्यकता नहीं। എന്റെ സഹായിയായ ഈ ബ്രദർ ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. मेरे सहायता करने वाले ये भाई को कौन है करके परमेश्वर जानने की आवश्यकता नहीं। ബഹുമാനപ്പെട്ട പാസ്റ്റർ ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. यहाँ पे बैठे हुए मान पास्टर को कौन है परमेश्वर जानने की जरूरत नहीं। ഓ ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകർ ആരും ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. यहाँ पे बैठे हुए सेवक को कौन है करके परमेश्वर जानने की जरूरत नहीं। ദൈവമക്കളായി നിങ്ങൾ ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. यहाँ पे बैठे हुए आप में से एक एक लोगों को परमेश्वर जानने की जरूरत नहीं। നിങ്ങളെല്ലാം ആദാമിന്റെ വംശമാണെന്ന് ദൈവത്തിന് അറിയാം. आप सब आदम के वंश है करके परमेश्वर इस बात को जानता है। പക്ഷേ ദൈവത്തിന് ഒന്നറിയാം. लेकिन परमेश्वर एक बात को जानना चाहता നിങ്ങൾ है। ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. आप कौन है करके परमेश्वर नहीं जानना പക്ഷേ चाहता। ദൈവത്തിന് ഒന്നറിയാം. लेकिन परमेश्वर एक बात को जानना എന്താണ് चाहता है। ദൈവത്തിന് അറിയേണ്ട അറിവ്? परमेश्वर क्या बात को जानना चाहता ദൈവം है। യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു തന്നു. परमेश्वर ने यीशु मसीह को संसार में भेज दिया। യേശു നിങ്ങളുടെ ആരാണെന്ന് അറിയാം. यीशु आप लोगों का कौन है करके परमेश्वर जानना चाहता है। ഞാൻ ആരാണെന്ന് ദൈവത്തിന് അറിയാം. मैं कौन हूँ करके परमेश्वर नहीं जानना चाहता। പക്ഷേ ദൈവത്തിന് യേശു എന്റെ ആരാണെന്ന് അറിയാം. लेकिन परमेश्वर इस बात को जानना चाहता है कि यीशु मसीह मेरा कौन है। ഓ ഈ ബ്രദറിന് യേശു ആരാണെന്ന് അറിയാം. इस भाई का के लिए यीशु मसीह कौन है ये परमेश्वर ഇവിടെ जानना ഇരിക്കുന്ന चाहता है। ഓരോ ശുശ്രൂഷകർക്കും യേശു ആരാണെന്ന് അറിയാം. यहाँ पे बैठे हुए एक एक सेवक के लिए यीशु कौन है परमेश्वर जानना चाहता है। ഞാൻ ആരാണെന്ന് അറിയണ്ട. मैं कौन है जानने की जरूरत പക്ഷേ नहीं। യേശു എനിക്കാരാണെന്ന് അറിയണം. लेकिन यीशु मेरे कौन है जानना चाहता है। നാം സ്വർഗത്തിലെത്തുമ്പോൾ हम स्वर्ग में जाते समय അവിടെ ദൂതന്മാർ വാതിക്കൽ നിൽക്കുകയാണ്. वहाँ पे धूप लोग द्वार पे खड़े हैं। ദൂതന്മാർ നമ്മളോട് ചോദിക്കും, धूप लोग हमसे पूछेंगे, ഓ ബ്രദർ ജോസ്, भाई ब्रदर जोस, യേശു നിന്റെ ആരാണ്? यीशु आपका कौन है। യേശു നിന്റെ ആരാണ്? यीशु आपका कौन है। അപ്പോൾ ഞാൻ പറയൂ, मैं बोलूंगा। കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറയുക, कुरिन्थियों को पौलुस लेकर लिखते समय कहता है, അവൻ പിതാവായ ദൈവത്തിങ്കൽ നിന്ന്, वो पिता परमेश्वर में होके, അവൻ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് वो पिता परमेश्वर में होके എനിക്ക് നീതിയായി, वो मेरे लिए धर्मी ठहरा, എനിക്ക് വീണ്ടെടുപ്പായി, मेरे लिए छुटकारा ठहरा, എനിക്ക് ജ്ഞാനമായി, मेरे लिए ज्ञान ठहरा, എനിക്ക് ശുദ്ധീകരണമായി. मेरे लिए पवित्रता ठहरी। ഓ ഉടനെ ദൂതൻ എന്നെ അകത്ത് കടത്തി വിടും. और तुरंत ही दूत मुझे अंदर भेज देगा। അപ്പോൾ ബ്രദർ ജോസ് ആരാണെന്ന് സ്വർഗത്തിൽ അറിയണ്ട. ब्रदर जोस कौन है उस समय स्वर्ग को जानने की आवश्यकता പക്ഷേ है। സ്വർഗത്തിൽ നിന്നയച്ച യേശു ബ്രദർ ജോസിന് ആരാണെന്ന് അറിയണം. लेकिन स्वर्ग ये जानना चाहता है कि यीशु मसीह ब्रदर जोस के लिए कौन है। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, इसलिए पौलुस इस प्रकार कहता അവൻ है, ദൈവത്തിങ്കൽ നിന്ന് वो परमेश्वर में होके എനിക്ക് വീണ്ടെടുപ്പായി, मेरे लिए छुटकारा है, എനിക്ക് ജ്ഞാനമായി, मेरे लिए ज्ञान है, എനിക്ക് ശുദ്ധീകരണമായി, मेरे लिए पवित्रता है, എനിക്ക് നീതിയായി, मेरे लिए
ये नीति है। രാത്രി നമുക്ക് ഏറ്റു പറയാം. इस रात के समय में हम अंगीकार യേശു करें। അവസാനം പറഞ്ഞ വാക്കേതാ? यीशु मसीह ने आखिरी समय में क्या बात बोला? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. मैं जीवित हूँ इसलिए तुम भी जीवित हो। ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. मैं जीवित हूँ इसलिए तुम भी जीवित हो। ഇന്ന് രാത്രി നമുക്ക് ഏറ്റു പറയാം. इस रात के समय में हम अंगीकार करें। യേശുവേ, यीशुए, നീ എന്റെ നീതിയാ. तू ही मेरा नीति है। യേശുവേ, यीशु, നീ എന്റെ വീണ്ടെടുപ്പാ. तू ही मेरा छुटकारा है। യേശുവേ, यीशु, നീ എന്റെ ജ്ഞാനമാ. तू ही मेरा ध्यान है। യേശുവേ, यीशु, നീ എന്റെ ശുദ്ധീകരണമാ. तू ही मेरी पवित्रता നീ है। ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. तू जीवित है इसलिए मैं भी जीवित हूँ। എത്ര ദൈവമക്കളെന്ന് വിശ്വസിക്കുന്നു. कितने परमेश्वर के बच्चे इस बात को विश्वास യേശുവിന്റെ करते हैं? നീതിയാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു. यीशु मेरा नीति है, कितने लोग विश्वास करते നമ്മുടെ हैं? നീതി കരമുറന്ന തുണി പോലെയാ. हमारा नीति फटे हुए चित्र कपड़े के എന്നാൽ समान है। യേശു നമുക്ക് നീതിയായി. लेकिन यीशु मसीह हमारे लिए नीति है। യേശു നമ്മുടെ വീണ്ടെടുപ്പായി. यीशु मसीह हमारा छुटकारा है। ആ തിരുവഴുത്തൊന്ന് വായിക്കാമോ? हम उस वचन को पढ़ेंगे। ലേഖനത്തിലേക്ക് വരുമ്പോൾ कोरिन्थियों की पत्री 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 9-ാം पहला कोरिन्थियों पहला अध्याय 9वां वचन। അവൻ ദൈവത്തിങ്കൽ നിന്ന് पहला कोरिन्थियों पहला अध्याय 30वां वचन। അവനെ ശ്രദ്ധിക്കാത്ത നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. तुम उसमें हो के परमेश्वर यीशु मसीह में हो। അവൻ ശ്രദ്ധിക്കുക, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് वो हमारे लिए परमेश्वर की ओर से ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുക്കും ആയി. ज्ञान, धर्म, पवित्रताई और छुटकारा होता है। അപ്പോൾ പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ इसलिए पिता परमेश्वर यीशु मसीह को जब इस संसार में യേശു നമ്മുടെ വീണ്ടെടുപ്പും നമ്മുടെ നീതിയും നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ ജ്ഞാനവും. यीशु मसीह हमारा धर्म, हमारा पवित्रताई, हमारा छुटकारा और ज्ञान है। ഇപ്പൊ നമ്മളാരാണെന്നുള്ളത് ദൈവത്തിന് അറിയണ്ട. हम कौन है वो परमेश्वर जानना नहीं चाहता। പകരം യേശു എന്റെയും നിങ്ങളുടെയും ആരാ? बदले में यीशु आपके लिए और मेरा कौन है ये जानना യേശു चाहता है। അവസാനം പറഞ്ഞ വാക്കേതാണ്? यीशु मसीह आखिर में बोले वो वचन क्या है? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. मैं जीवित हूँ इसीलिए तुम भी जीवित हो। ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. मैं कभी भी तुम्हें अनाथ करके नहीं छोड़ूंगा। നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങി പോകരുത്. तुम्हारे अंदर का कृपा कभी भी नाश नहीं होना चाहिए। നിങ്ങൾ എന്നിലും എന്റെ പിതാവിലും വിശ്വസിക്കണം. तुम मुझ में और पिता में विश्वास करना ഞാൻ चाहिए। ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. मैं जीवित हूँ इसीलिए तुम भी जीवित हो। യേശു ജീവിക്കുന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. यीशु मसीह जीवित है इसीलिए भाइयों और बहनों हम भी जीवित हैं। ഞാനാരാണ് നിങ്ങളാരാണെന്ന് അറിയണ്ട. हम कौन है आप कौन है ये नहीं जानने की जरूरत നമ്മുടെ है। നീതി യേശുവാ. हमारा नीति यीशु है, നമ്മുടെ വിശുദ്ധി യേശുവാ. हमारा पवित्रताई यीशु है, എന്റെ ജ്ഞാനം യേശുവാ. हमारा ज्ञान यीशु है, എന്റെ വീണ്ടെടുപ്പ് യേശുവാ. हमारा छुटकारा ഓ, यीशु। ഈ രാത്രിയിൽ നമുക്ക് ഏറ്റു പറയാം. इस रात के समय में हम गर्व करेंगे, യേശുവേ, यीशु നീ ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. जो जीवित है इसीलिए मैं भी जीवित हूँ। എത്ര പേർക്ക് ധൈര്യമായി പറയാം? कितने लोग दिलेरी के साथ बोल सकते हैं യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. यीशु मसीह जीवित है इसलिए मैं भी जीवित हूँ। യേശു മരിച്ചു പോകുമോ? यीशु मसीह मर जाएगा क्या? നോ, ഒരിക്കലും नहीं, कभी भी नहीं। യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. यीशु मसीह जीवित होने से मैं भी जीवित हूँ। അപ്പോൾ നമ്മളാരാണെന്ന് ദൈവത്തിന് അറിയാം. इसलिए मैं कौन हूँ परमेश्वर जानने की जरूरत नहीं है। ചിലപ്പോൾ യഹൂദനായിരിക്കാം, हम हो सकता है यहूदी हो, നമ്മൾ ചിലപ്പോൾ हो യവനനായിരിക്കാം, सकता है हम यवनन हो, നമ്മൾ ചിലപ്പോൾ हो सकता ധനവാനായിരിക്കാം, है हम धनवान हो, നമ്മൾ ചിലപ്പോൾ हम हो ദരിദ്രനായിരിക്കാം. सकता है दरिद्र ഓ, हो। ഇതൊന്നും ദൈവത്തിന് അറിഞ്ഞുകൂടാ. ये सब परमेश्वर नहीं जानता। ദൈവത്തിനൊട്ട് അറിയുകയും വേണ്ട. परमेश्वर को जानने की आवश्यकता भी नहीं। ദൈവത്തിന് അറിയേണ്ട ഒരു വിഷയമുണ്ട്. परमेश्वर एक विषय को जानना चाहता है, യേശു നമ്മുടെ ആരാണ്? यीशु हमारा कौन है। യേശു നമ്മുടെ ആരാണ്? यीशु हमारा कौन है। അന്തിമ അത്താഴം കഴിഞ്ഞ ശേഷം और आप आखिरी सफर खत्म करते समय में യേശു ഒലിവുമലയിലേക്ക് പോവുകയാണ്. यीशु मसीह ओलिव पहाड़ पे जाने के समय में ഒലിവുമല പ്രാർത്ഥനയെ കാണിക്കുകയാണ്. और उस ओलिव के पर्वत पे जाते समय वो प्रार्थना को दिखाता है അതിനുശേഷം യേശു കിദ്രോനോട് കടന്നു. और उसके बाद वो किद्रोन की ओर जाता है। അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ചു. जब वो अपने शिष्यों से इस प्रकार प्रचार करता है, യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 अध्याय പഠിച്ചാൽ यूहन्ना 13 अध्याय से 19वां अध्याय तक जब हम
पढ़ते हैं അത് യേശു അവസാനം പറഞ്ഞ വാക്കാണ്. तो वो यीशु मसीह आखिरी में बोले हुए वचन है। ഇത് യേശു ആ പർവ്വതത്തിൽ വെച്ച് പ്രസംഗിച്ചതല്ല. ये यीशु मसीह ने उस पर्वत में बोले हुए वचन नहीं है। യേശു ഗലീല കടൽ തീരത്ത് പ്രസംഗിച്ചതല്ല. यीशु मसीह ने गलील में बोले हुए वचन नहीं യേശു है। പുരുഷാരത്തോട് പ്രസംഗിച്ചതല്ല. यीशु मसीह ने लोगों से बोले हुए वचन नहीं है। യേശു തന്നെ അനുഗമിച്ച 11 സ്ത്രീഹന്മാരോട് പറഞ്ഞതാണ്. यीशु मसीह ने अपने साथ रखे 11 प्रेमियों से बोले हुए वचन है। നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളം ഉരുകി കലങ്ങി പോകും. हम उसको पढ़ते समय हमारा अंदर मन जल जाता है। യേശുവിന്റെ അപ്പവും മാംസവും ശരീരവും രക്തവും ഭക്ഷിച്ചവരോടാണ് പറഞ്ഞത്. यीशु मसीह का शरीर और लहू जो लोग पिए थे उन लोगों से ऐसा कहा। യേശു ഗെത്സമനിയിലേക്ക് പോവുകയാണ്. यीशु मसीह गत्सेमनी के बगीचे में जाता है സ്ത്രീഹന്മാർ പുറകെ നടന്നു വരികയാണ്. और उसके चेले उसके पीछे पीछे जा रहे हैं। യോഹന്നാൻ നിൽക്കുന്നു, यूहन्ना खड़ा है, പത്രോസ് നിൽക്കുന്നു, पतरस खड़ा है, അന്ത്രയോസ് നിൽക്കുന്നു. अंद्रयास खड़ा है വരി വരിയായി വരികയാണ്. और वो मार्ग में ऐसे चलते जा रहे हैं അതിനിടെ യേശു തിരിഞ്ഞു നിൽക്കും. और उसके बीच में यीशु मसीह घूमते। അതിനുശേഷം യേശു പറയും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. यीशु मसीह उनसे कहता है कि तुम्हारे हृदय व्याकुल ना हो, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. आपका भी हृदय व्याकुल ना हो। നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. आप विश्वास करना चाहिए, നിങ്ങൾ എന്റെ പിതാവിൽ വിശ്വസിക്കണം. आप मेरे पिता पे भी विश्वास करना चाहिए। ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. मैं जाना तो मान ले भलाई की बात होगी, ഞാൻ പോകാൻ ആ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. और मैं जाए बिना वो सहायक तुम्हारे पास नहीं आएगा। നിങ്ങളുടെ അടുക്കൽ വരും. मैं वो सहायक तुम्हारे पास ഏതൊരു ദുഷ്ടനാണെങ്കിലും ആ തിരുവഴുത്ത് വായിച്ചാൽ അവന്റെ ഉള്ളം തുറച്ചു പോകും. मैं दोबारा तुम्हारे पास आऊंगा करके कोई भी मनुष्य इस पर चीजों को पढ़ेगा तो उसका हृदय पिघल जाएगा। എന്തെങ്കിലും ഒരു മാനസിക സംഘർഷം എന്റെ പ്രാണനെ നേരിടുമ്പോൾ ഞാൻ എടുത്ത് വായിക്കുന്ന തിരുവഴുത്താണിത്. और कोई भी बात मेरे जीवन को परेशान करती है तो उस समय मैं लेके पढ़ने वाला वचन है। ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. वो कहता है मैं तुझे अनाथ ना छोड़ूंगा, എന്റെ അടുക്കൽ വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയത്തില്ല. मेरे पास आने वाले किसी को भी मैं ना छोड़ूंगा। ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. मैं जीवित हूँ इसीलिए तुम भी ഞാൻ जीवित हो। നിങ്ങളുടെ അടുക്കൽ വീണ്ടും വരും. मैं तुम्हारे पास फिर आऊंगा। എന്റെ പിതാവിന്റെ അടുക്കൽ പോകുക. मैं अपने पिता के पास जा रहा ഞാൻ हूँ। പോയി ആത്മാവിനെ അയച്ചു തരാം. मैं जाके सहायक को भेजूंगा। ദൈവവൈദ്യനെ, मेरे परमेश्वर के बच्चे, നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിലേക്ക് പോവാം? आप परमेश्वर के पास वापस लौट के आना चाहिए। ഒരേ ഒരു വഴിയേ ഉള്ളൂ. उसके लिए एक ही मार्ग है, അത് കർത്താവായ യേശുവാ. वो हमारा परमेश्वर यीशु मसीह है। യേശുവിൽ കൂടെ പിതാവിന്റെ അടുക്കലേക്ക് പോകാം. हम उस यीशु मसीह के द्वारा उस पिता के पास जाएंगे। യേശു നമ്മളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. यीशु मसीह कभी भी हमें अनाथ करके ना छोड़ेगा। യേശു നമ്മെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. यीशु मसीह कभी भी हमें त्यागेगा नहीं। യേശുവിന്റെ മനസ്സിൽ ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. यीशु मसीह के मन से कभी भी हम भूल नहीं ആ जाएंगे। യേശുവിലേക്ക് നമുക്ക് വരാം. इसीलिए उस यीशु मसीह के पास हम लौट के आए। നമ്മുടെ ദൈവത്തിലേക്ക് പോകാം. हम अपने परमेश्वर के पास वापस लौट के आना चाहिए। പോവഴി उसके लिए जाने का क्या मार्ग है? തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോ जब हम वचन की ओर ध्यान करते हैं, ദൈവത്തിലേക്ക് മടങ്ങി പോകുക. परमेश्वर के पास वापस लौटते हैं। യേശുവിൽ കൂടെ 4 കാര്യം നമുക്ക് ലഭിക്കാം. यीशु मसीह के दौरान 4 भागों को हम ദൈവം അനുവദിക്കുന്നെങ്കിൽ തുടർന്നുള്ള ദിനങ്ങൾ നമുക്ക് അതാഴമായി ചിന്തിക്കാം. परमेश्वर की मर्जी होने से हम दिनों में इसको ध्यान करेंगे। ഒന്നാമത്തെ വിഷയം ദൈവത്തിന്റെ കൃപയാ. सबसे पहला है परमेश्वर का कृपा। ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് പോകുന്നതിന് एक मनुष्य में परमेश्वर के पास जाना है तो ഒന്നാമത് യേശുവിൽ നിന്ന് പകർന്നു ലഭിച്ച കൃപ വേണം. सबसे पहले परमेश्वर से प्राप्त किया हुआ कृपा की आवश्यकता है। രണ്ടാമത് യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം വേണം. दूसरा यीशु मसीह ने जो क्रूस पे लहू बहाया उस लहू की आवश्यकता है। മൂന്നാമതായി യേശു രാജ്യത്തെ പ്രാപിച്ചപ്പോൾ ലഭിച്ച ദാനങ്ങൾ വേണം. तीसरा यीशु मसीह जब राजा हुआ उस दान को होनी चाहिए। നാലാമത് യേശു പൗരോഹിത്യം പ്രാപിച്ചപ്പോൾ ലഭിച്ച വീണ്ടെടുപ്പ് വേണം. चौथा यीशु मसीह जब याजक पद को हासिल किया तो वो याजक का वो पद भी हमें അറിയാൻ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ കൃപയാൽ, इसलिए यीशु मसीह के कृपा से, യേശുവിന്റെ രക്തത്താൽ, यीशु मसीह के लहू से, യേശു ദാനമായി തന്ന രക്ഷയാൽ, यीशु मसीह दान किए हुए उस उद्धार से, യേശുവിന്റെ വീണ്ടെടുപ്പിനാൽ यीशु मसीह के छुटकारे से നമുക്ക് നമ്മുടെ ദൈവത്തിലേക്ക് പോയി ചേരാം. हम अपने परमेश्वर के पास वापस लौट आए। ആ തുടർന്നുള്ള ദിനങ്ങൾ നമുക്കത് ചിന്തിക്കാം. हम इन दिनों में उस बात पर ध्यान അപ്പോൾ करेंगे। ഇന്ന് രാത്രി നമുക്ക് ചിന്तिക്കേണ്ട വിഷയം इसलिए इस रात के समय में हम ध्यान करने वाली क्या बात है? ദൈവത്തിന്റെ കൃപ വേണം. यीशु के पास जाने के लिए हमें यीशु मसीह का कृपा की आवश्यकता ഈ है। കൃപ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? इस कृपा का क्या मतलब है?
ക്രൈസ്തവർക്ക് വളരെ സുപരിചിതമാണ് ഈ കൃപ. और मसीहियों के लिए ये कृपा बहुत ही अच्छी बात है. കൃപ എന്ന വാക്ക് സുപരിചിതമാണ്. और कृपा करने के लिए सुनने के लिए बड़ा अच्छा है. അനേക പാട്ടുകളുണ്ട്. और कई गीत भी इसके बारे में लिखा है. കൃപയെ കുറിച്ച് നല്ല നല്ല ബുക്കുകൾ അനേകർ എഴുതിയിട്ടുണ്ട്. कृपा के बारे में अनेक लोगों ने कई किताबों को लिखा है. എന്താണ് ഈ കൃപ? ये कृपा क्या है? നമ്മൾ കൃപ എന്ന് പറയാറില്ലേ? हम कृपा को बोलते हैं. കൃപ എന്നതിന്റെ വിവർത്തനം നോക്കിയാൽ कृपा के बारे में अगर हम गहरी से रीति से पढ़ें, ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, भाइयों और बहनों आप ध्यान से, അയോഗ്യനായ ഒരു മനുഷ്യൻ एक अयोग्य व्यक्ति യോഗ്യനായി തീരേണ്ടതിന്, योग्य होकर बदलने के लिए, ശ്രദ്ധിക്കുക, അയോഗ്യനായ ഒരു മനുഷ്യൻ आप ध्यान से सुनिए, एक अयोग्य मनुष्य അവൻ ദൈവത്തിന്റെ മുൻപിൽ യോഗ്യനായി തീരേണ്ടതിന് परमेश्वर के पास वो एक योग्य मनुष्य होने के लिए ദൈവം അവനോട് കാണിക്കുന്ന परमेश्वर उसको दिखाने वाला കരുണ, അനുകമ്പ, और अनुकंपा മനസ്സലിവ്, और मन का हनीमुना, ദയ, दया, ഇത്രയും കാര്യം കൂടെ ചേർത്ത് ये सारी बातों को मिला के ഒറ്റ വാക്കാണ് കൃപ എന്ന് പറയും. एक ही बात को हम बोलते हैं, वो है कृपा. എന്താണ് ദൈവത്തിന്റെ കൃപ? क्या है परमेश्वर का कृपा? ഞാൻ അയോഗ്യനായ മനുഷ്യനാ, हे प्रभु मैं अयोग्य हूँ, ഞാൻ അധർമ്മത്തിലും പാപത്തിലും കിടക്കുന്നവനാ, मैं अधर्म और पाप पे पड़ा हुआ हूँ, ഞാൻ ജനിച്ചപ്പോഴേ പാപിയാ, मैं जन्म लेते हुए ही पापी था. ഞാൻ എങ്ങനെ ദൈവത്തിങ്കിൽ പോകും? लेकिन मैं कैसे परमेश्वर के पास लौटना चाहूंगा? ദൈവത്തിങ്കിലേക്ക് പോയി ചേരേണ്ടതിന് मैं परमेश्वर के पास वापस लौट के जाने के लिए ദൈവം എന്നോട് കാണിക്കുന്ന കൃപ, परमेश्वर मुझे दिखाने वाला ആ कृपा, കൃപയെ ഞാൻ പായ്ക്കറ്റിൽ പൊട്ടിച്ചപ്പോ उस कृपा के थैली को मैं जब तोड़ता हूँ, ആ പായ്ക്കറ്റിനുള്ളിൽ എന്തിരിക്കുന്നു? और उस थैली में क्या है? അതിനകത്ത് കരുണയുണ്ട്, उसके अंदर करुणा है, അതിനകത്ത് ദയയുണ്ട്, उसके अंदर दया है, അതിനകത്ത് മനസ്സലിവുണ്ട്, उसके अंदर हृदय का प्रेम അതിനകത്ത് है, കരുണയുണ്ട്. उसके अंदर करुणा है. ഇത്രയും ചേർന്നതാണ് ദൈവത്തിന്റെ കൃപ. चारों बातों को मिला के ही बनता है परमेश्वर का कृपा. പ്രിയ ദൈവവൈദ്യരെ, ये परमेश्वर के बच्चे നിനക്ക് ദൈവത്തിങ്കിലേക്ക് പോകാൻ हम परमेश्वर के पास वापस लौट के जाने के लिए നിനക്ക് ആവശ്യം ദൈവത്തിന്റെ കൃപയാ. आपको परमेश्वर की कृपा की आवश्यकता है. അയോഗ്യനായ നിന്നെ യോഗ്യനാക്കുക. तुम अयोग्य जो हो तुम्हें योग्य बनाने के लिए ദൈവത്തിനോട് ദയ കാണിക്കുന്നു, परमेश्वर तुम्हारे ऊपर दया दिखाता है. ദൈവത്തിനോട് കരുണ കാണിക്കുന്നു. परमेश्वर तुम्हारे ऊपर दया दिखाता അതിനാൽ है. ആ കൃപയിൽ നീ വിശ്രമിക്കുക. इसलिए उस कृपा में तुम विश्राम पाते ഒരു हो. ദൈവവൈദ്യനെ കുറിച്ച് നമ്മൾ പഠിച്ച एक परमेश्वर के बच्चे के बारे में हम ध्यान അതിന് देते हैं. ദൈവത്തിന്റെ കൃപ 7 സ്ഥലങ്ങളിൽ വേണം. उसे परमेश्वर की कृपा 7 जगह में जरूरत है. 7 സ്ഥലങ്ങളിൽ അവന് ദൈവത്തിന്റെ കൃപ വേണം. 7 जगहों में उसको परमेश्वर की कृपा की आवश्यकता है. ആ കൃപയുടെ 7 സ്റ്റെപ്പ് ചവിട്ടിയാണ് അവൻ സ്വർഗത്തിൽ പോകുന്നത്. और उस कृपा की 7 सीढ़ियों को चढ़ते चढ़ते वो स्वर्ग की ओर जाता है. 7 സ്റ്റെപ്പ് ചവിട്ടി സ്വർഗത്തിൽ പോകും. 7 सीढ़ी चढ़ते वो स्वर्ग की ओर जाता है. ദൈവത്തിന്റെ കൃപ. परमेश्वर की कृपा. നമ്മളെല്ലാം അയോഗ്യരാണ് സഹോദരങ്ങൾ. प्रिय भाइयों और बहनों, हम सब अयोग्य हैं. യോഗ്യരായ നമ്മെ യോഗ്യരാക്കുവാൻ हम जो अयोग्य हैं हमें योग्य बनाने के ദൈവം लिए നമ്മളോട് കരുണ കാണിച്ചല്ലോ, परमेश्वर ने हमें करुणा दिखाया है. നമ്മളോട് അനുകമ്പ കാണിച്ചല്ലോ, हमें उसने दया दिखाया है. നമ്മളോട് ദയ കാട്ടുന്നല്ലോ. हमें वो दया दिखाता है. ഓ, ഈ വലിയ കൃപ എത്ര വലുതാണ്. ये बड़ी कृपा कितना बड़ा ഈ है. കൃപ കൊണ്ടേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. ये कृपा के साथ ही आप उधर जा सकते हैं. ഞാൻ ഈ വേദപുസ്തകം ഒരു 150 പ്രാവശ്യം വായിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? मैं क्या इस पवित्र शास्त्र को 150 बार पढ़ने से मैं स्वर्ग में जाऊंगा क्या? ഞാൻ നിങ്ങളുടെ സെമിനാരിൽ പോയി 10 കൊല്ലം ഡോക്ടറേറ്റ് എടുത്ത് പഠിക്കാൻ സ്വർഗത്തിൽ പോകുമോ? मैं इंग्लैंड के सेमिनार में जाके 10 साल डॉक्टरेट करने से क्या मैं स्वर्ग में जाऊंगा? ഞാൻ പോകത്തില്ല. नहीं, मैं नहीं जा पाऊंगा, കാര്യം ഞാൻ അയോഗ്യനാണ്. क्योंकि मैं अयोग्य हूँ. എന്നെ യോഗ്യനാക്കട്ടെ ദൈവത്തിന്റെ കൃപയാ. मुझे योग्य बनाने वाला परमेश्वर का कृपा കൃപ है. എന്നത് വളരെ ആഴമേറിയ വിഷയമാണ്. इसलिए कृपा बोलने से बहुत ही गहरा एक विषय ഞാൻ है. ദൈവത്തിങ്കൽ പോയി ചേരുന്നത് വരെ इसलिए हम परमेश्वर के पास जाके मिलने ഞാൻ കൃപയുടെ 7 സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി हम कृपा का ये 7 सीढ़ी चढ़ते चढ़ते जाना ഈ चाहिए. 7 എന്നുള്ളത് പൂർണ്ണതയാ. ये 7 बोलने से पूर्णता को ഞാൻ ആ പൂർണ്ണതയിൽ പോകാൻ കൃപ വേണം. हम उस पूर्णता में जाने के लिए हमें कृपा की എല്ലാം आवश्यकता है. വിശദമായി ചിന്തിപ്പാൻ സമയം പോയി हम सारी बातों को गहरी रूप से पढ़ने എവിടെ के समय नहीं है. കൃപ ലഭിക്കുന്നത്? हमें कहाँ से कृपा मिलता है? കർത്താവായ യേശുവിൽ നിന്നാണ്. हमारे प्रभु यीशु मसीह की ओर से आता है. യേശു ജനിച്ച ഒരു ദിവസം, यीशु मसीह पैदा हुआ वो एक दिन है. യേശു ജനിച്ച രാത്രി यीशु मसीह जन्म लिया वो उस रात में ആകാശത്തിലൊരു നക്ഷത്രം ഉദിച്ചു. आकाश में एक तारागण दिखाई ആ दिया. ദിവസം ആട്ടിടയന്മാർ ആടുകളെ മേയ്ക്കുകയും
किया। और उस रात में वो चराने वाले उसको चरा रहे थे। തണുപ്പുള്ള രാത്രി और बहुत ही ठंडी का एक दिन था। പെട്ടെന്ന് സ്വർഗത്തിലൊരു അത്ഭുതം അവർ കണ്ടു. और स्वर्ग में एक अद्भुत बात को उन्होंने देखा। ദൂതന്മാർ പാട്ടുപാടുകയാണ്. और स्वर्ग के दूत लोग गीत गा रहे थे। നല്ല പാട്ടുപാടും. बहुत ही अच्छा गीत गा रहे थे। അപ്പോൾ ഇതാ ആട്ടിടയന്മാർ സ്വർഗത്തിലേക്ക് നോക്കി. उस चरवाहों ने स्वर्ग की ओर मुख करके देखा। ദൂതന്മാർ നല്ല കിന്നരങ്ങളൊക്കെ ഉപയോഗിച്ച് ഗിത്താറൊക്കെ ഉപയോഗിച്ച് പാട്ടുപാടുകയാണ്. और दूत लोग बड़े गिटार के साथ और सितारों के साथ वो गीत गा रहे थे। ഈ ആട്ടിടയന്മാർ അത്ഭുതത്തോടെ നോക്കി. और ये चरवाहों ने बड़ी अद्भुत रीति से उनकी ओर देखा। എന്തൊരു അത്ഭുത കാഴ്ച. कितना ही अद्भुत बात है। ഭാഗത്ത് ഭയവും മറ്റൊരു ഭാഗത്ത് അത്ഭുതവുമാണ്. एक तरफ से बड़ा भयानक भय है और दूसरी तरफ अद्भुत बात दिखाई പിന്നെ देती ആ है। പാട്ടുപാടുന്ന ദൂതഗണങ്ങളിൽ ഒരാൾ താണായി. अब वो उस गीत गाने वालों में से एक आदमी थाली बजा रहा है। അപ്പൊ അത് ആ ദൂതൻ എന്ന് പറഞ്ഞു, वो दूत क्या कहता है? നിങ്ങളോട് ഞങ്ങളൊരു സദ്വർത്തമാനം അറിയിക്കാം. मैं तुमसे एक बात को बताना चाहता हूँ। ദാവീദിന്റെ പട്ടണത്തിൽ യേശു ജനിച്ചിരിക്കുന്നു. और दाऊद के नगर में यीशु मसीह जन्म लिया है। ദാവീദിന്റെ പട്ടണത്തിൽ യേശു ജനിച്ചിരിക്കുന്നു. दाऊद के नगर में यीशु मसीह ने जन्म लिया है। അപ്പോൾ ഈ സാധുക്കളായ ആട്ടിടയന്മാർ പറയുകയാണ്, इसलिए ये साधु लोग जो चरवाहे थे उन्होंने क्या कहा? എങ്ങനെ നമ്മൾ യേശുവിനെ പോയി കാണും? हम कैसे यीशु मसीह को जाके मिल सकते हैं? കാര്യം ആ പട്ടണം ഇസ്രായേൽ 430 മൈൽ ചുറ്റളവാണ്. क्योंकि वो इजराइल का जो नगर था वो 440 मील लंबा चौड़ा था। ആ രാത്രിയിൽ എത്രയോ ആട്ടിടയന്മാർ അവിടെ പാർക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ ജനിച്ചിരിക്കുന്നു. उस रात के समय में कितने ही सारे बच्चे उस नगर में जन्म लिए നമ്മൾ होंगे। എങ്ങനെയാണ് ആ രാത്രിയിൽ ആ കുഞ്ഞിനെ പോയി കാണും? हम कैसे उस रात के समय में उस बच्चे से जाके അവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ वो सब ऐसे जब देख रहे थे तो क्या हुआ? അവർക്കിടയിൽ ഒരു ദൂതൻ വന്ന് പറയുകയാണ്, उनके बीच में एक दूत आके इस प्रकार कहता ഈ है, രാത്രിയിൽ ആ കുഞ്ഞിനെ കാണാൻ പോകുകയാണോ? क्या तुम एक ही रात में उस बच्चे को मिलने के लिए जाते हो? अगर जाते हो നിങ്ങൾക്കൊരു അടയാളം തരാം. तुम्हें एक चिन्ह को दूंगा। എന്താണ് അടയാളം? वो चिन्ह क्या है? ശീലയിൽ പൊതിഞ്ഞ് और कपड़े में लिपटा हुआ പശുത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്ന और चरनी में पड़ा हुआ ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. एक बच्चे को तुम देखोगे। ആ രാത്രിയിൽ ആ പട്ടണത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. और उस रात में उस नगर में कई सारे बच्चे पैदा हुए थे। പക്ഷേ ശീലയിൽ പൊതിഞ്ഞ് പശുത്തൊഴുത്തിൽ കിടത്തിയ ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. അതേ യേശുവാണ്. लेकिन कपड़ों में लिपटा हुआ उस चरनी में पैदा हुआ एक बच्चा था, वो यीशु मसीह था। ഒരേ ഒരു കുഞ്ഞേ ഉള്ളൂ. एक ही एक बच्चा था, അത് യേശുവാണ്. वो यीशु था। സമ്പന്നനായവൻ ദരിദ്രനായി എന്നാണ് പൗലോസ് പറയുന്നത്. और संपन्न हुआ दरिद्र हो गया, ऐसा യേശു സമ്പന്നനായിരുന്നു. यीशु मसीह पूरा संपन्न था। ഇപ്പോൾ യേശു ദരിദ്രനായി. अभी यीशु मसीह दरिद्र हो के आता है। ആട്ടിടയന്മാരുടെ പട്ടണത്തിൽ ഒരു പശുത്തൊഴുത്തിൽ ശീലയിൽ പൊതിഞ്ഞ് കിടന്നു. अभी वो उस नगर में उस चरनी में कपड़े में लिपटा हुआ दिखाई पड़ता है। സമ്പന്നനായവൻ ദരിദ്രനായി തീർന്നു. और संपन्न हुआ यीशु मसीह दरिद्र हो के ആ हमारे यहाँ आता है। യേശുവിൽ നിന്നാണ് ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകി വരുന്നത്. और उसी यीशु मसीह से कृपा हमारी ओर बह के आता है। അതുകൊണ്ടാണ് ബൈബിൾ എടുത്ത് എഴുതിയിരിക്കുന്നത്, इसीलिए पवित्र शास्त्र में इस प्रकार लिखा है, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. हलीम लोगों को परमेश्वर अपनी कृपा को देगा। കാര്യം കൃപയുടെ വഴി താഴ്മയാണ്. क्योंकि कृपा का मार्ग हलीमी है। അപ്പൊ നമുക്ക് 7 സ്റ്റെപ്പ് ചവിട്ടിക്കണം. इसलिए हमें 7 सीढ़ी चढ़ते हुए जाना ദൈവത്തിന്റെ होगा। മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो। ഒന്നാമതായി നമ്മുടെ രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. सबसे पहला हमारा उद्धार परमेश्वर की कृपा है। അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ अपोस्तल पौलुस ऐसे लिखते समय कहता है, എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ एफेसियों का 2 अध्याय 8वां वचन पढ़ते समय അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, वहाँ पे इस प्रकार लिखा है, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. और कृपा के द्वारा विश्वास के द्वारा तुम लोग उद्धार पाए हो। അപ്പോൾ നമ്മുടെ രക്ഷ എന്നത് ദൈവത്തിന്റെ കൃപയാണ്. इसलिए हमारा जो उद्धार है वो परमेश्वर के पास से जो कृपा हमें मिला है उसी से। ദൈവം അനുവദിച്ചാൽ രക്ഷയുടെ ആഴം നമുക്ക് നാളെ ചിന്തിക്കാം. अगर परमेश्वर की इच्छा हुई तो इस बात के बारे में അപ്പോൾ ध्यान करेंगे। രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാണ്. इसलिए जब हम लोग उद्धार पाए हैं वो परमेश्वर की कृपा है। ഒന്നാമത്തെ സ്റ്റെപ്പ് കയറുകയാ. इसलिए हम सबसे पहले सीढ़ी को അവിടെ चढ़ते हैं, ദൈവത്തിന്റെ കൃപ കാണാം. वहाँ पे हम परमेश्वर की कृपा को देख सकते हैं। വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കും. और वहाँ पे विश्वास के द्वारा आप सब उद्धार पाए हैं। ആ രക്ഷ
മനുഷ്യന്റെ പ്രവൃത്തി ബാധകമല്ല. और वहाँ पे उस उद्धार के लिए मनुष्य की कोई भी शक्ति बात नहीं. ദൈവം കൃപ കാണിച്ച് നാം രക്ഷിക്കപ്പെട്ടു. परमेश्वर ने कृपा दिखाया इसलिए हम उद्धार पाए. കൃപയാലാണ് ഞാൻ നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടത്. उसी कृपा के द्वारा आप और मैं उद्धार पाए. ഒന്നാം സ്റ്റെപ്പിലേക്ക് കയറാം. हम पहले सीढ़ी में चढ़ जाए. രണ്ടാമത് നാം നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാ. हम स्थिर खड़े हैं वो परमेश्वर की कृपा ही है. ദൈവകൃപയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ हम परमेश्वर की कृपा के बारे में जब हम ध्यान करते हैं, ബൈബിളിൽ 2 കൃപകളെ കുറിച്ചും 3 കൃപകളെ കുറിച്ചും നമുക്ക് കാണാം. पवित्र शास्त्र में 3 कृपा के बारे में हम ध्यान कर सकते हैं. ഒന്ന്, ദൈവം പഴയ നിയമ പിതാക്കന്മാരോട് കാണിച്ച കൃപ. सबसे पहले हमारे पुराने नियम के समय में हमारे पिता लोगों को दिखाया നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. नोह को परमेश्वर की कृपा मिली. ലോത്തിന് കൃപയും കരുണയും ലഭിച്ചു. लोग को परमेश्वर की कृपा और करुणा दोनों मिला. ശൗൽ രാജാവിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. सौल राजा को परमेश्वर का कृपा मिला. അങ്ങനെ പഴയ നിയമത്തിൽ അനേക ദൈവകൃപ ലഭിച്ചു. ऐसे पुराने नियम के समय में परमेश्वर के कई लोगों को कृपा मिला. അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു കൃപയാണ് ദാവീദിന് ലഭിച്ചത്. लेकिन उसमें से कुछ अलग हट के दाऊद को कृपा मिला. ദാവീദിന് ലഭിച്ചത് നിശ്ചല കൃപയാ. दाऊद को मिला वो कृपा एक अलग कृपा था. നിശ്ചല കൃപ, एक निश्चय का कृपा. അതിന് മാറ്റമില്ല. उसमें कोई भी बदल അതിന് ഒരു ചേഞ്ചുമില്ല. उसमें कोई भी बात बदल नहीं सकता. നിശ്ചല കൃപയാ. वो ना बदलने वाला कृपा है. ദാവീദിന്റെ നിശ്ചല കൃപ എവിടെയാണ് ആരംഭിച്ചത്? और दाऊद ना बदलने वाला कृपा किस जगह में आरंभ हुआ? ദാവീദിന്റെ നിശ്ചല കൃപ എവിടെ വരെ തുടരും? दाऊद का जो ना बदलने वाला कृपा है वो वहाँ पे शुरू होता है. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. नोह को परमेश्वर का कृपा मिला. പക്ഷേ അത് എണ്ണപ്പെട്ട നാളിനുള്ളിൽ തന്നെ കഴിഞ്ഞുപോയി. लेकिन वो गिनती के दिनों में ही खत्म हो गए. ലോകത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. लोग को परमेश्वर का कृपा मिला. പക്ഷേ അവൻ ആ കൃപ പ്രയോജനം ചെയ്തില്ല. लेकिन वो कृपा वो प्रयोजन में नहीं ला पाया. ദൈവത്തിന്റെ കൃപ ലഭിച്ചു. शाऊल को परमेश्वर का कृपा അവൻ मिला. ആ കൃപയെ അഗണ്യമാക്കി. लेकिन वो परमेश्वर का कृपा को खो दिया. ദാവീദിന് ദൈവം നിശ്ചല കൃപ നൽകി. लेकिन परमेश्वर ने दाऊद को ना बदलने वाला ആ कृपा കൃപ दिया. എവിടെയാണ് ആരംഭിച്ചത്? वो कृपा कहाँ पे शुरू हुआ? ആ കൃപ എവിടെ വരെ തുടരും? वो कृपा कहाँ पे आरंभ हुआ? ദാവീദിന് എവിടെയാണ് നിശ്ചല കൃപ ലഭിച്ചത്? परमेश्वर ने दाऊद को वो ना बदलने वाला कृपा कहाँ दिया? ദാവീദ് ഒരു കുഞ്ഞു ബാലനായിരിക്കുമ്പോൾ दाऊद एक बालक था उसी समय में. ദാവീദിനെ തേടി ശമൂവേൽ എന്ന പ്രവാചകൻ ചെന്നു. और शमूएल भविष्यवक्ता वहाँ पे शमूएल याजक वहाँ पे उसको ढूंढते हुए आता है. ശമൂവേൽ ഒരു പ്രധാന പ്രവാചകനായിരുന്നു. शमूएल एक भविष्यवक्ता भी था. ശമൂവേൽ ഇങ്ങനെ ദാവീദിന്റെ വീട്ടിൽ ചെന്നു. और शाऊल के घर में जब वो पहुंचा, ഉടനെ ഇശായി എന്ന ദാവീദിന്റെ അപ്പൻ ഇറങ്ങി വന്നു. और उसी समय दाऊद का पिता ईसाई वहाँ पे पहुंचा പ്രവാചകനെ വണങ്ങി. और वो भविष्यवक्ता को दंडवत किया. വനവിന്റെ ഉദ്ദേശം എന്താ? आपके आगमन का क्या उद्देश्य है? അപ്പോൾ ശമൂവേൽ ഇശായിയോട് പറഞ്ഞു, ഇശായി, നിന്റെ മക്കളിൽ ഒരുവനെ ദൈവത്തിന് വേണം. तब वो शमूएल ईसाई से कहता है कि परमेश्वर को तुम्हारे बच्चों में से एक बच्चा आवश्यक है. ഇശായിക്ക് വലിയ സന്തോഷം തോന്നി. ईसाई बहुत ही खुश हो गया. ഇശായി മക്കളെല്ലാം വിളിച്ചു വരും. ईसाई ने अपने सारे बच्चों को बुलाया. ഇശായിയുടെ മക്കളെല്ലാം വന്നു. ईसाई के बच्चे सारे आ गए. ഓരോരുത്തരെ നോക്കിക്കൊണ്ടിരുന്നു. एक एक करके उसको वो देखता गया. പറഞ്ഞു, അതല്ല അതല്ല അതല്ല. और उसने ऐसा कहा, ये नहीं ये नहीं. അവസാനം 8ാമത്തെ മകൻ വന്നു. आखिरी में 8वां पुत्र वहाँ पे आया. പേര് ദാവീദെന്നാണ്. उसका नाम दाऊद था. അവനൊരു കുഞ്ഞു ബാലനാണ്. वो एक छोटा सा बालक था. അവൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. वो भविष्यवक्ता के पास आया. അവന്റെ പവിഴ നിറമാണ്. और उसका बहुत ही गोरा അവന്റെ रंग था. കയ്യിൽ ഒരു കിന്നരമുണ്ട്. और उसके हाथ में एक बजाने वाला അവന്റെ था. കയ്യിൽ ഒരു തവണ ചുറ്റി പിടിച്ചിട്ടുണ്ട്. और उसके हाथ में ऐसे लिपटा हुआ एक हाथ था. അവന്റെ തോളിലൊരു ഇടയസംഖ്യയുണ്ട്. और उसके हाथ में एक झोला लटका था. കയ്യിലൊരു കുഞ്ഞു വടിയുണ്ട്. और उसके हाथ में एक घंटी थी. ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ നിന്ന് വരികയാണ്. और वो चरवाहे के समान അവനെ ശമൂവേൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. शमूएल उसको बहुत ही ध्यान से देखता है. ശമൂവേലിന്റെ കണ്ണുകൾ പതിഞ്ഞു. शमूएल ने आंखें उठा के देखा है. ശമൂവേലിനോട് യഹോവ പറഞ്ഞു, शमूएल जब परमेश्वर यूं बोलता है, ശമൂവേൽ ശമൂവേൽ, शमूएल शमूएल ഈ വരുന്നവനാണ് ഇസ്രായേലിന്റെ രാജ. यही इजराइल का राजा है. ശമൂവേലിന് സന്തോഷം. शमूएल बहुत ही प्रसन्न हुआ. ശമൂവേലിന്റെ അടുക്കൽ വന്ന ദാവീദ് മുഴങ്കാൽ മടക്കി. शमूएल के पास आके दाऊद ने दंडवत किया. ശമൂവേൽ അവനെ മാർവോട് ചേർത്ത് പിടിച്ചു. शमूएल ने उसे लिपट के उसको അവന്റെ കയ്യിലുണ്ടായിരുന്ന തൈലപാത്രം തുറന്നു. और उसकी थैली को उसने खोल दिया. ദാവീദിന്റെ തലയിലേക്ക് ഒഴിച്ചു. और दाऊद के सिर से उसने ढाल दिया. തൈല ആ അഭിഷേകം പാദത്തോളം ഒഴിച്ചു. और वो तेल उसके सिर से बहता हुआ उसके पांव तक पहुंच गया. ശമൂവേൽ അവനെ കെട്ടിപ്പിടിച്ചു. शमूएल ने उसको पकड़ के उसको चुम्बन किया. യഹോവ നിന്നെ ഇസ്രായേലിന്റെ രാജാവാ. यहोवा ने तुझे इजराइल का राजा होकर चुना. അവിടെയാണ് ദാവീദിനോടുള്ള നിശ്ചല കൃപ ആരംഭിച്ചത്. वहाँ पे दाऊद को उस निश्चिता का कृपा मिला है. ഇതുവരെയും
മാറ്റുപോയിട്ടില്ല. वो कृपा आज तक ना बदला है. ആ നിശ്ചല കൃപ എവിടെ വരെ തുടരും? वो ना बदलने वाला कृपा कहाँ तक? ഗബ്രിയേൽ എന്ന ദൂതൻ വന്ന് മറിയത്തോട് പറയുക, गब्रिएल दूत आके मरियम से इस प्रकार കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. कृपा पाई हुई स्त्री तुझे अभिनंदन करता हूँ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. परमेश्वर की आत्मा तुझ पर उतरेगा. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. परमपिता परमेश्वर की छाया तेरे ऊपर आएगी. വിശുദ്ധ പ്രജയെ പ്രസവിക്കും. और तो एक बालक को जनेगी. അവൻ വലിയവനായി തീരും. और वो महान होगा. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. प्रधान परमेश्वर का पुत्र होगा. അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും. और उसको दाऊद का सिंहासन न्याय देगा. ദാവീദിനുള്ള നിശ്ചല കൃപ എവിടെ വരെ തുടരും? दाऊद का वो नित्यता का कृपा कहाँ तक पहुंचेगा? ഭൂമിയിൽ യേശു 1000 ആണ്ട് വാഴും. इस भूमि पे यीशु मसीह 1000 साल നമ്മുടെ കർത്താവായ യേശു 1000 ആണ്ട് ഭൂമിയിൽ വാഴും. हमारा प्रभु यीशु मसीह इस संसार में 1000 साल तक ദാവീദിന്റെ സിംഹാസനം ഭൂമിയിൽ ഉണ്ടായി. उस समय दाऊद का सिंहासन इस पृथ्वी में दिखाई पड़ेगा. യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. वो यीशु मसीह दाऊद के सिंहासन पे विराजमान होगा. അതുവരെ ഈ കൃപയിനെ തുടർന്നുകൊണ്ടേയിരിക്കും. और उन दिनों तक परमेश्वर का कृपा उसके समय तक बना रहेगा. മൂന്നാമതായി നമുക്ക് ലഭിച്ച കൃപയാ. और तीसरा हमें मिला हुआ कृपा. ആ കൃപ വിശുദ്ധ കൃപയാ. और वो कृपा पवित्र कृपा है. നമുക്ക് ലഭിച്ചത് വിശുദ്ധമായ കൃപയാ. हमें मिला हुआ कृपा बहुत ही पवित्र कृपा है. എവിടെ വരെ തുടരും? ये कृपा कहाँ तक पहुंचेगा? നിങ്ങളുടെ രക്ഷയിലാണ് കൃപ ആരംഭിക്കുന്നത്. आपके उद्धार में ही वो कृपा शुरू हुआ. രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാ. आप जो उद्धार प्राप्त किए हुए वो परमेश्वर की कृपा से है. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ अपोस्तल पौलुस रोमन को रोमियों को लिखते समय ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം रोमियो 5वां अध्याय 2रा वचन पढ़ते समय അവിടെ പൗലോസ് ഇങ്ങനെ പറയുന്നു, पौलुस इस प्रकार कहता है, നിങ്ങൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ. आप जो खड़े हैं वो परमेश्वर की कृपा है. നമ്മൾ ആരെയും നിലനിന്നതാണോ? क्या हम अपने अपने उससे खड़े हैं? അല്ല സഹോദരങ്ങളെ, കൃപ നമ്മെ നിലനിർത്തിയതാ. नहीं मेरे भाइयों और बहनों, परमेश्वर की कृपा ने ദൈവത്തിന്റെ हमें കൃപ നമ്മെ നിലനിർത്തിയതാ. परमेश्वर की कृपा ने हमें थमा है. അല്ലെങ്കിൽ നമ്മൾ ആരും നിലനിൽക്കത്തില്ല. उसके बिना हम कोई भी खड़े नहीं रह നമ്മുടെ सकते. കഴിഞ്ഞ കാലം തിരിഞ്ഞു നോക്കുകയും हमारा परमेश्वर की ओर हम वापस लौट गए. എങ്ങനെ നിലനിന്നു, हम कैसे खड़े रहे? ഇതുവരെ എങ്ങനെ ഈ പ്രമാണത്തിൽ നിലനിന്നു, इसमें तक हम इस संसार में कैसे खड़े रहे? എങ്ങനെ ഈ മാർഗത്തിൽ നിലനിന്നു, इस मार्ग में कैसे हम खड़े रहे? ദൈവത്തിന്റെ കൃപയാ. वो परमेश्वर से हम मिलने वाली कृपा ഇവിടെ है. മൂന്നാമത്തെ വശത്തേക്ക് വരാം. हम तीसरे भाग में लौटते हैं. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. हम परमेश्वर को जो आराधना करते हैं यह परमेश्वर की कृपा है. യോഹന്നാൻ ജനിക്കുമ്പോ जन्म लेते समय में ആ സമയത്ത് ഇങ്ങനെയാണ് പാടുന്നത്. वो इस समय कहता है, ലൂക്കോസിന്റെ സുവിശേഷം लूका का पुस्तक 1-ാം അധ്യായം 74-ാം വാക്യം. पहला अध्याय 1-ാം അധ്യായം 74-ാം വാക്യം. 24वां वचन. पहला अध्याय 24वां वचन, 14वां वचन. कि वो हमें यह देगा कि हम अपने शत्रुओं के हाथ से छूटकर उसके सामने पवित्रता और धार्मिकता से जीवन भर निडर रहकर उसकी सेवा करते रहे. നമ്മുടെ ആയുഷ്കാലമൊക്കെ ഓടെ നമ്മുടെ പ്രാണൻ പോകുന്നവരെ നമ്മുടെ ആയുഷ്കാലമൊക്കെ हमारे पूरे जीवन भर हमारे प्राण जाने तक ഭയം കൂടാതെ बिना भय के ഈ ദൈവത്തിന്റെ മുൻപിൽ परमेश्वर के सामने വിശുദ്ധിയിലും पवित्रता में, നീതിയിലും नीति में ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. धार्मिकता में परमेश्वर को आराधना करने के लिए परमेश्वर ने वो कृपा हमें दिया है. നമ്മുടെ ആയുഷ്കാലമൊക്കെ हमारे जीवन भर दिनों में ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ वो जीवित परमेश्वर को आराधना करने के लिए ദൈവം നമുക്ക് കൃപ നൽകി. परमेश्वर ने हमें कृपा दिया है. ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചത് इस रात के समय में हमने परमेश्वर को जो आराधना किया है ദൈവത്തിന്റെ കൃപയാണ്. वो परमेश्वर का कृपा के द्वारा है. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ നമുക്ക് നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. परमेश्वर का कृपा नहीं है तो हम धार्मिकता में और पवित्रता में हम परमेश्वर को आराधना नहीं करने पाएंगे. നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിപ്പാൻ इसलिए सच्चाई और धार्मिकता में हम परमेश्वर को आराधना ആ करना है. ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കും. वो परमेश्वर हमें कृपा देना चाहिए. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो. കൃപയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. कृपा के अगले सीढ़ी पे हम चढ़ेंगे. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോ पवित्र पौलुस जब कोरिन्थियों को लेकर लिखा है, ഒരുപാട് അധ്വാനിച്ചു. उन्होंने बहुत ज्यादा मेहनत किया.
ഈ കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. इन दिनों में हम मनुष्य के बुद्धि से भी इन बातों को सोच नहीं सकते. താൻ പറയുക 195 അടി കൊണ്ടിട്ടുണ്ട്. 195 അടി. वो कहता है कि मैं 195 मार खाया है. സുവിശേഷ നിമിത്തം അടിയേറ്റവരിവിടെ ഇരിപ്പുണ്ടോ? क्या सेवकाई के लिए मार खाए हुए लोग यहाँ पे हैं? വിശുദ്ധ പൗലോസ്ലീഹ 195 അടി കൊണ്ടിട്ടുണ്ട്. पवित्र पौलुस कहता है कि 195 बार उसने मार खाया. ഒരു രാത്രി മുഴുവൻ താൻ ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് മധ്യധരണിക്കടലിൽ കിടന്നിട്ടുണ്ട്. एक पूरे रात भर वो जहाज में बीच समुद्र में फंसाया गया था. തെരുവുനായെ പോലെ തന്നെ കല്ലെറിഞ്ഞിട്ടുണ്ട്. और लोगों ने उसके ऊपर पत्थरवा भी किया. ആ മനുഷ്യബുദ്ധി കൊണ്ട് നമുക്കത് ചിന്തിക്കാൻ ഒക്കുമോ? मनुष्य के दिमाग से हम उस बातों को क्या सोच सकते हैं? നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. हम उससे ऐसा पूछ सकते हैं, പൗലോസ്ലീഹായെ ഇതെങ്ങനെ സംഭവിച്ചു? हे पौलुस ऐसा कैसे कर पाए? ഇദ്ദേഹം എങ്ങനെയാണ് ഈ അടികൊണ്ടത്? तुमने कैसे ये मार खाया? എങ്ങനെയാണ് ആ രാത്രിയിൽ കടലിൽ കിടന്നത്? कैसे वो समुद्र में तुम पूरी रात भर बैठे എങ്ങനെയാണ് रहे? ഇദ്ദേഹം ജയിലിൽ കിടന്ന് ഇതൊക്കെ എഴുതിയത്? और कैसे तुमने उस बंदीगृह में रह के ये सब बातें അദ്ദേഹം लिखी? ഒറ്റ वाक्य പറയും. वो एक ही वचन में इन बातों को कहेगा. ബ്രദർ ജോസഫ്, അത് ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയാണ്. भाई जोसेफ, मैं नहीं लेकिन परमेश्वर की कृपा जो मेरे साथ थी उसी के द्वारा हुआ. 1 कोरिന്ത്യർ 15 അധ്യായം 10 വാക്യത്തിൽ വരുമ്പോൾ पहला कोरिन्थियों 15 अध्याय के 10वें वचन से हम पढ़ते हैं. പൗലോസ്ലീഹ പറയുക, पौलुस इस प्रकार कहता है, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. मैं जो हूँ वो परमेश्वर का कृपा ही है. ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. मैं तो हूँ वो परमेश्वर का कृपा ही है. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ കൃപ വേണം. इसलिए अगर हमें दूसरी बात को करना है तो परमेश्वर की कृपा हमें लेना होगा. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാം. हम आगे की सीढ़ी को चढ़ेंगे. പ്രവാചകനായ സഖരിയാവ് പറയുക, जकरिया भविष्यवक्ता इस प्रकार कहता है, സഖരിയാവ് പറയുന്നു, കൃപ കൃപ എന്ന് ആർപ്പോടെ അവർ അതിന്റെ ആധിക്യം കഴിച്ചു. जकरिया ऐसा कहता है, कृपा कृपा करके वो अंतिम जगह पे पहुंचता है. നാം ശത്രുവിനെ ജയിക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. हम शत्रु के ऊपर जो जय प्राप्त करते हैं वो परमेश्वर की कृपा है. പാപത്തെ ജയിക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. पाप के ऊपर जय पाना वो परमेश्वर की कृपा के द्वारा है. പർവ്വതം പോലെയുള്ള ആ പ്രതിയോഗിയെ ജയിക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. और शत्रु जो सामर्थ्य है उसके ऊपर जय पाते हैं वो परमेश्वर की कृपा के द्वारा है. നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. हम उस परमेश्वर की कृपा पे आश्रय ले. കൃപയുടെ ഓരോ സ്റ്റെപ്പുകൾ കയറുകയില്ല. उस कृपा के एक एक सीढ़ी को हम चढ़ रहे हैं. കൃപയിലൂടെ നമുക്ക് ദൈവത്തിങ്കൽ പോകാൻ പറ്റും. उस कृपा के द्वारा ही आप परमेश्वर के पास तक जा सकते हैं. കൃപയുടെ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം. इस कृपा के हम छठी सीढ़ी में आएंगे. എന്താണ് ആ കൃപ? वो कृपा क्या है? അത് വരാനിരിക്കുന്ന കൃപയാ. वो आने वाली कृपा है. അത് വരാനിരിക്കുന്ന കൃപയാ. वो आने वाली कृपा है. നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടുമ്പോ हमारा प्रभु यीशु मसीह जब आएगा നമ്മുടെ എല്ലാവരുടെയും ശരീരം രൂപാന്തരപ്പെടും. हम सब लोगों का शरीर रूपांतर हो जाएगा. ഇന്ന് രാത്രി യേശു വരുന്നെങ്കിൽ इस रात के समय में अगर यीशु मसीह നമ്മുടെ आएगा ശരീരം രൂപാന്തരപ്പെടും. हमारा शरीर रूपांतर हो जाएगा. രഹസ്യം ये क्या रहस्य की बात है? വരാനിരിക്കുന്ന കൃപയാ. ये हमारे पास आने वाली कृपा है. പത്രോസ് 1 അധ്യായം 13 വാക്യത്തിൽ पहला पत्रोस पहला अध्याय 13 वचन में അവിടെ പത്രോസ് പറയുക, पत्रोस इस प्रकार कहता है, വരാനിരിക്കുന്ന കൃപയിൽ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. उस आने वाली कृपा के ऊपर आप ध्यान करें. യേശു ഈ രാത്രി വരുന്നെങ്കിൽ यीशु मसीह इस रात के समय में अगर आप അവന്റെ പ്രത്യക്ഷതയാൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. वो आने पे हमें परमेश्वर का कृपा को प्राप्त कर കൃപയാൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. हमारा शरीर रूपांतर हो जाएगा. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के बंदे नाम की स्तुति हो. നാം രക്ഷിക്കപ്പെട്ടത് कृपा के द्वारा हमने रक्षा पाया. കൃപയാലാണ് ഇതുവരെ നാം നിലനിന്നത്. कृपा के द्वारा अब तक हम खड़े रहे. കൃപയാലാണ് നാം ദൈവത്തെ ആരാധിച്ചത്. कृपा के द्वारा हमने परमेश्वर की आराधना. കൃപയാലാണ് ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചത്. कृपा के द्वारा हमने परमेश्वर के लिए वेश उठाया. കൃപയാലാണ് ശത്രുവിനെ ജയിച്ചത്. कृपा के द्वारा हमने शत्रु के परिणाम पाया. ദൈവമൈതലേ, परमेश्वर के ഈ बच्चे രാത്രി യേശു വെളിപ്പെടുന്നെങ്കിൽ के समय में अगर यीशु मसीह आएगा കൃപയാൽ നിന്റെ ശരീരം രൂപാന്തരപ്പെടും. आपका शरीर कृपा के द्वारा रूपांतर होगा. എന്താണ് ബൈബിൾ പറയുന്നത്? अंतशास्त्र क्या कहता है? അവൻ പ്രത്യക്ഷനാകുമ്പോൾ वो जब दिखाई पड़ेगा तो നിങ്ങൾക്ക് വെളിപ്പെടാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ വെച്ചുകൊള്ളി. आपको मिलने वाली कृपा में आप आश्रय लेंगे. യേശു പ്രത്യക്ഷനാകുമ്പോൾ यीशु मसीह जब दिखाई पड़ेगा അതേ കൃപ നിങ്ങളിലേക്ക് വരും. वो कृपा आपके अंदर आ जाएगा. കൃപയാൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. उस कृपा के द्वारा आपका शरीर बदल जाएगा. മക്കളത് വിശ്വസിക്കുന്നു. कितने परमेश्वर के बच्चे इस बात में विश्वास करते हैं? ദാവീദിനോടുള്ള കൃപ നിശ്ചല കൃപയാ. दाऊद का कृपा उस अनंत का कृपा है. ആ കൃപ അഭിഷേകത്തിൽ ആരംഭിച്ചു. वो कृपा
अभिषेक में आरंभ हुआ, कृपा യേശുവിന്റെ സിംഹാസനത്തോളം തുടരുകയാ. वो कृपा परमेश्वर के सिंहासन से शुरू हुआ. വിശുദ്ധ കൃപ നമ്മിൽ ആരംഭിച്ചു. वो पवित्र कृपा हमारे अंदर शुरू हुआ. കൃപ രക്ഷയിലാണ് നമ്മൾ ആരംഭിച്ചത്. वो कृपा उद्धार के द्वारा हमारे अंदर शुरू हुआ. നിത്യതയോളം തുടരുകയാ. वो कृपा नित्यता तक हमारे साथ रहे. ദാവീദിനുള്ള നിശ്ചല കൃപയാൽ യേശു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നെങ്കിൽ, दाऊद के कृपा में दाऊद को मिलने कृपा के द्वारा यीशु मसीह अगर दाऊद के सिंहासन पे बैठा है तो യേശുവാദിന് നിങ്ങൾക്ക് ലഭിച്ച കൃപ यीशु मसीह के द्वारा आपको मिला हुआ कृपा നിങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തു. आपके शरीर को वो रूपांतर कर देगा. അവിടെയും തീരുന്നില്ല. अभी बात खत्म नहीं हुई. നിങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ आप जब स्वर्ग में जाएंगे तो അവരുടെ 7ാമത്തെ സ്റ്റെപ്പ് കയറും. वहाँ के 7वीं सीढ़ी पे आप चढ़ जाएंगे. वो क्या है? നിങ്ങൾക്ക് സ്വർഗത്തിൽ ശുഭ്രമായ ഒരു വസ്ത്രം ലഭിക്കും. आपको स्वर्ग में उस पवित्रता का एक वस्त्र मिल जाएगा. പുസ്തകം 19ാം അധ്യായത്തിൽ വരുമ്പോൾ प्रकाशित वाक्य 19वें वचन में അതിന്റെ 8ാം വാക്യത്തിൽ എഴുതിയിരിക്കും, उसका 8वें वचन में ऐसा लिखा है, അവർക്ക് ശുദ്ധവും ശുഭ്രമായ ഒരു വസ്ത്രം ലഭിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. वो पवित्र और महिमा में वस्त्र देने के लिए उसने कृपा दिया है. സ്വർഗം വരെ ഈ കൃപ തുടരുകയാണ്. और स्वर्ग तक वो कृपा रहता है. ആ കൃപയാ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. उस कृपा के द्वारा ही आपका मेरा शरीर ആ बनता കൃപയാ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുമ്പോൾ ऐसा है तो आपसे स्वर्ग में पहुंचेंगे. നിങ്ങൾക്ക് ശുഭ്രമായ ഒരു വസ്ത്രം ലഭിക്കും. आपको एक महिमा में वस्त्र मिलेगा. ഈ കൃപ എവിടെ ആരംഭിച്ചു? ये कृपा कहाँ शुरू हुआ? യേശുവിൽ നിന്ന് ഒഴുകിയെത്തിയ കൃപയാ. ये यीशु मसीह से बहर निकलने वाला कृपा है. ഞാൻ അയോഗ്യനായ മനുഷ്യനായിരുന്നു. हे प्रभु मैं तो अयोग्य मनुष्य था. നിന്റെ കൃപ എന്നെ യോഗ്യനാ. आपके कृपा ने मुझे योग्य ഇന്ന് बनाया. രാത്രി നമുക്ക് എല്ലാവർക്കും വചനം വെച്ചു പറയാം. इस रात के समय में उस कृपा के वचन को स्वीकार करेंगे. നമ്മുടെ ദൈവത്തിലേക്ക് എങ്ങനെ മടങ്ങിപ്പോകാം? हम किस प्रकार अपने परमेश्वर के पास वापस लौट के जाएंगे. ഒന്നാമത്തെ ആവശ്യം ദൈവകൃപയാ. और उसके लिए हमें आवश्यकता है परमेश्वर का कृपा. ആ കൃപയുടെ ഉത്ഭവം യേശുവാ. और उस कृपा की उत्पत्ति यीशु. നമ്മളെല്ലാം അയോഗ്യനാ. हम सब अयोग्य हैं. നമ്മളെല്ലാം പാപികളാ. हम सब पापी हैं. അപ്പോൾ യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. यीशु मसीह को पिता ने इस संसार में भेजा. നമുക്ക് ഇന്ന് രാത്രി യേശു പറയാം, इस रात के समय में हम परमेश्वर ഈ की ओर ഭൂമിയിലുള്ള വിശുദ്ധരെല്ലാം കേൾക്കട്ടെ. इस भूमि के जितने पवित्र लोग हैं वो सब सुने. സ്വർഗ്ഗത്തിലുള്ള ദൂതന്മാർ കേൾക്കട്ടെ. स्वर्ग के सारे दूत सब सुने. കീഴെയുള്ള പാതാളത്തിലെ പിശാചുക്കൾ കേൾക്കട്ടെ. और पाताल में जो शैतान है നമുക്ക് എന്താണ് യേശു പറയേണ്ടത്? हमें क्या बात को अंगीकार करना है? സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന മാത്രമായ യേശുവേ, स्वर्ग पे जो दूत लोग आराधना करते हैं हम बोले यीशु है. നിന്നെ തരുവാൻ പിതാവിന് ഞങ്ങളോട് കരുണ തോന്നിയല്ലോ. आपको देने के लिए पिता के अंदर एक करुणा पिता के पास आया. യേശുവേ, यीशु है. നീ ഞങ്ങളുടെ നീതിയാ. आप तो हमारे धर्म है. യേശുവേ, നീ ഞങ്ങളുടെ ജ്ഞാനമാ. यीशु है. आप तो हमारे ज्ञान है. യേശുവേ, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പാ. यीशु है. आप हमारा യേശുവേ, നീ ഞങ്ങളുടെ ശുദ്ധീകരണമാ. यीशु आप ही हमारा पवित्र है. യേശുവേ, നീ ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. यीशु है. आप जीवित है इसलिए मैं भी जीवित हूँ. നിന്റെ കൃപ എനിക്ക് രക്ഷ നൽകി. आपके कृपा ने मुझे उद्धार दिया നിന്റെ है. കൃപ ഇതുവരെ എന്നെ നിലനിർത്തി. आपका कृपा ने मुझे अभी तक संभाला है. നിന്റെ കൃപയാൽ ഞാൻ നിന്നെ ആരാധിച്ചു. आपकी कृपा के द्वारा मैंने आपको आराधना നിന്റെ किया. കൃപയാൽ ഞാൻ അധ്വാനിച്ചു. आपके कृपा के द्वारा मैंने मेहनत നിന്റെ किया. കൃപയാൽ ഞാൻ ശത്രുവിനെ ജയിച്ചു. आपके कृपा के द्वारा मैंने शत्रु के യേശുവേ, നീ വരുമ്പോൾ यीशु मसीह जब तू आएगा നിന്റെ കൃപയാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടും. तेरी कृपा के द्वारा मेरा शरीर रूपांतर होगा. യേശുവേ, ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ यीशु मसीह जब मैं स्वर्ग में दिखाई पड़ूंगा, ഞാൻ നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ मैं उस नित्यता में जब आऊंगा तो നീ എനിക്ക് ശുഭ്രമായ ഒരു വസ്ത്രം തരും. तब तू मुझे उस महिमा में वस्तु को दे. ദാവീദിനുള്ള നിശ്ചല കൃപ हमने पाया हुआ उस नित्यता का कृपा. അവനെ സിംഹാസനത്തിന് യോഗ്യനാക്കിയെങ്കിൽ उसने अगर सिंहासन के योग्य बनाए है तो നമ്മോടുള്ള വിശുദ്ധ കൃപ हमारे साथ रहने वाला वो ഇതാ നമ്മെ വിശുദ്ധ വസ്ത്രത്തിലേക്ക് കൊണ്ടെത്തിക്കും. वो हमें महिमा में वस्त्र की ओर लेके ഈ जाएगा. രാത്രി നന്ദിയുള്ളവരായി നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. इस रात के समय एक अच्छे हृदय के साथ हम अपने ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. एक समय के लिए हम अपने आंखों को बंद करेंगे. നമുക്ക് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പോകാം. പാദപീഠത്തിലേക്ക് നമുക്ക് പോകാം. हम अपने परमेश्वर के पांव में छोटे के पास जाएंगे. എല്ലാവർക്കും നീതിയുള്ള പരിശുദ്ധ പിതാവിനെ ഈ രാത്രി സ്തുതിക്കാം. हम परमेश्वर और नीतिमान परमेश्वर उसके पास എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാം. सब लोग एक क्षण के लिए हाथ बंद कर रहे हैं. എല്ലാവരും ഒരു നിമിഷം മുഴങ്കാലുകൾ മടക്കിക്കാം. सब लोग
एक क्षण के लिए अपने घुटनों को मोड़े। രാത്രി നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം. इस रात के समय में हम परमेश्वर के पास वापस लौट के आए। ഞാൻ പറയുന്നു, നീ എങ്കിലേക്ക് മടങ്ങി വരിക. यिर्मयाह कहता है तुम वापस लौट के आओ। നമ്മുടെ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകാം. तो हम अपने परमेश्वर के पास वापस लौट के आए। യേശുവാണ് നിത്യതയിലേക്കുള്ള വഴി. यीशु मसीह और नित्यता के लिए मार्ग है। യേശുവാണ് വഴിയും സത്യവും ജീവനും. यीशु मसीह हमारे जीवन और सच्चाई है। നമുക്ക് ആ യേശുവിലേക്കൂടെ പോകാം. हम उस यीशु मसीह के मार्ग में ഈ വഴി ദൈവത്തിലേക്കാണ്. हम एक परमेश्वर के मार्ग में जाए। ഈ വഴി ദൈവ നഗരത്തിലേക്കാണ്. ये मार्ग परमेश्वर के नगर की ओर ഈ വഴി നിത്യജീവന്റെ വൃക്ഷത്തിലേക്കാണ്. ये मार्ग परमेश्वर के उस जीवन के നമുക്ക് യേശുവിനെ ആത്മാവിൽ ദർശിക്കാം. हम परमेश्वर को उस आत्मा में हो गए दर्शन देखें। എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാൽ सब लोग एक क्षण के लिए अपने आंखों को बंद करें। കാലുകൾ മടക്കിക്കാം. सब लोग घुटने में आ जाए। നമുക്ക് നമ്മുടെ വലത് കരങ്ങൾ ഉയർത്താം. हम सब अपने दाहिने हाथ को उठा ले। നമ്മുടെ പരിശുദ്ധ പിതാവിനെ സ്തുതിക്കാം. हम अपने पवित्र परमेश्वर को स्तुति करें। നീതിയുടെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവേ, धर्मी और पवित्रता में बैठा हुआ हमारा परमेश्वर, അധർമ്മിയും പാപിയുമായ എന്നെ രക്ഷിക്കുവാൻ अधर्मी और पापी हुआ मुझे तू बचा ले। നിന്റെ ഏകജാതനായ പുത്രനെ നീ ലോകത്തിലേക്ക് അയച്ചല്ലോ. हमारे एक लोग के पुत्र को तूने हमारे संसार में भेज दिया। നിന്റെ ഏകജാതനെ എനിക്ക് ദാനമായി തന്നല്ലോ. हमारे एक पुत्र को तूने दान हो गया। യേശുവേ, അവന്റെ പിതാവേ, അവന്റെ നീതിയാ. हे पिता तू हमारा धर्म है। എല്ലാവരും ഏറ്റു പറഞ്ഞാൽ सब लोग अंगीकार करें। യേശുവിന്റെ നീതിയാ. यीशु मसीह तू मेरा धर्म है। യേശുവിന്റെ വീണ്ടെടുപ്പാ. यीशु मसीह तू मेरा छुटकारा है। യേശുവിന്റെ ജ്ഞാനമാ. यीशु मसीह तू मेरा ज्ञान है। യേശു പറഞ്ഞ സകല വിശുദ്ധന്മാരും കേൾക്കട്ടെ. आप जब अंगीकार करें तो सब पवित्र लोग उसको सुने। നിങ്ങളെ ഏച്ചു മറച്ചിലും കീഴെ പാതാളത്തിൽ പിശാചുകൾ കേൾക്കട്ടെ. आप जब मुंह खोल के उसको अंगीकार करते हैं तो नरक में सारे शैतान उसको सुनना चाहिए। ഏച്ചു മറച്ചിൽ സ്വർഗത്തിലെ ദൂതന്മാർ കേൾക്കട്ടെ. आपका अंगीकार करना स्वर्ग के सारे दूत सुनना चाहिए। ഈ രാത്രി നമുക്ക് ഏച്ചു പറയാം. इस रात के समय में हम अंगीकार करें। കാലടികൾ ദൈവത്തിലേക്കാ. हमारा सारी बातें परमेश्वर की हो। ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു. परमेश्वर का कृपा मैंने प्राप्त किया है। കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. कृपा के द्वारा मैंने കരമുയർത്തി ഏറ്റു പറഞ്ഞ सब लोग अपने हाथ को उठा कर अंगीकार करें। യേശു മുഖാന്തരമുള്ള കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. यीशु मसीह के द्वारा मैंने उद्धार पाया। ആ കൃപയാൽ ഇതുവരെ ഞാൻ നിലനിന്നു. उस कृपा के द्वारा अभी तक मैं थमे हुआ। ആ കൃപയാൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു. उस कृपा के द्वारा ही मैंने परमेश्वर को ആ आराधना। കൃപയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു. उस कृपा के द्वारा ही मैंने परमेश्वर के ആ കൃപയാൽ ഞാൻ ശത്രുവിനെ ജയിച്ചു. उस कृपा के द्वारा मैंने शत्रु को प्रत्यय किया। യേശു വരുമ്പോൾ हमारे यीशु मसीह जब वापस മരിക്കുമ്പോൾ और वो पूरी ठोकी ആ जाएगी। കൃപയാൽ എന്റെ ശരീരം രൂപാന്തരപ്പെടും. उस कृपा के द्वारा मेरा शरीर रूपांतर हो ഞാൻ जाएगा। സ്വർഗത്തിലെത്തുമ്പോൾ मैं जब स्वर्ग में पहुंचूंगा ഞാൻ എന്റെ യേശുവിനെ കാണും. मैं अपने यीशु मसीह को ഞാൻ देखूंगा। നമ്മുടെ പരിശുദ്ധ പിതാവിനെ കാണും. मैं अपने पवित्र पिता को ഞാൻ देखूंगा। നമ്മുടെ ദൂതന്മാരെ കാണും. मैं पवित्र दूतों को देखूंगा। എനിക്ക് ശുഭ്രമായൊരു വസ്ത്രം ലഭിക്കും. मैं एक और शोभायमान वस्तु को प्राप्त എനിക്ക് करूंगा। ശുഭ്രമായൊരു വസ്ത്രം ലഭിക്കും. शोभायमान वस्तु को प्राप्त करूंगा। ദൈവത്തിന്റെ കൃപയാ. वो परमेश्वर की कृपा है। ദൈവത്തിന്റെ കൃപയാ. परमेश्वर की कृपा ഈ है। രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. इस रात के समय में हम ആരും മൗനമായി ദൈവസന്നിധിയിലിരിക്കരുത്. कोई शांत होकर परमेश्वर की अगुवाई ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. परमेश्वर को लगातार अब स्तुति करें। അവന്റെ കൃപയെ കുറിച്ച് നമുക്ക് പാടാം. उसके कृपा की ओर हम ध्यान दें। അവന്റെ കൃപകളെ കുറിച്ച് നമുക്ക് പാടാം. उसका कृपा पे हम गीत गाएं। അവന്റെ കൃപ നമ്മുടെ മധ്യേ ഒഴുകിയെത്തുന്നു. उसका कृपा हमारी ओर बहता है। രക്ഷിക്കപ്പെടാത്തവരെ ഈ രാത്രി രക്ഷിക്കപ്പെടുവേ. जिन्होंने उद्धार नहीं पाया इस रात के समय में आप उद्धार पाइए। നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കും. नीति और धार्मिकता में परमेश्वर को आराधना करें। നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. तुम्हें बनाने वाला परमेश्वर धरती पर है। വിളിച്ചവൻ വിശ്വസ്തൻ. तुम्हें बनाने वाला परमेश्वर धरती അവൻ पर है। എന്നോട് പറയുന്നു, वो तुमसे ऐसा कहता है, മകളെ നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. हे बेटा या बेटी तुम्हारा हृदय ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ല. मैं तुम्हें कभी भी अनाथ न ഞാൻ छोड़ूंगा। നിന്നെ അനാഥനായി വിടത്തില്ല. मैं कभी भी अनाथ न छोड़ूंगा। ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നീ ജീവിക്കുന്നു. मैं जीवित हूँ इसलिए तुम भी जीवित हो। ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നീ ജീവിക്കുന്നു. मैं जीवित हूँ इसलिए तुम भी जीवित हो। വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. वायदा किया हुआ परमेश्वर वफादार है।
क्षेत्र विवेक करो, बहुत जल्दी आने वाला, के बारे में हमको दर्शिका, दर्शन दिला, स्वर्गത്തിൽ ഇറങ്ങി വരുന്നു, പിതാ तू फिर से ऊपर की आता है, ചുറ്റും ആയിരം ദൂതന്മാർ നിൽക്കുന്നു, उसके चारों ओर हजार दूत हैं, അവർ ശക്തിയോടെ കാഹളം ഊതുന്നു, बाकी भवन से वो नीतिमान कागल पिड़कनु, और बुद्धि के सारे नीतिमान उसको सुनते हैं, विशुद्धमान उयर्ക്കുന്നു, देखिए भवन लोग उठाए जाते हैं, ഇരിക്കുന്നവർ വിവാദപ്പെടുന്നു, और उसके साथ रहने वाले लोग कितने लोग उस दर्शन को देख सकते हैं, യേശു മടങ്ങി വരുന്നതും ശരീരം വിവാദപ്പെടുന്നതും കാണുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, യേശു मसीह वापस आते हुए और वो रूपांतर होते हुए ऐसे दर्शन को पाने वाले हैं, യേശു മടങ്ങി വരുന്നതും ആ വിശുദ്ധന്മാരുടെ കരങ്ങൾ പിളർക്കുന്നു, അവർ ഉയർത്തുന്നതും നാം രൂപാന്തരപ്പെടുന്നതും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ, യേശു मसीह वापस आते हुए कब्र खोलने में और जो जीवित है वो रूपांतर होते हुए ऐसे दर्शन कितने लोग देते हैं, सभी लोग भी आ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ, आप ध्यान करके देखें क्या वो झूठ में आपका शरीर രൂപാന്തരപ്പെടുമോ, आपका शरीर रूपांतर होगा, इस रात्रि യേശു വരുമേ, इस रात के समय आप अंगीकार, യേശു വരുമ്പോൾ, യേശു मसीह जब आएगा, യേശു വരുമ്പോൾ, हमारा യേശു जब आएगा, प्रत्यक्षപ്പെടുമ്പോൾ, जब दिखाई देगा, नीतिमानों കല്ലറകളും അവർ ഉയർത്തുമ്പോൾ, और जब नीतिमान लोगों की कब्र खोलेंगे, എന്റെ ശരീരം രൂപാന്തരപ്പെടും, शरीर रूपांतर होगा, യേശുവിനെ നികത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടും, मैं यीशु मसीह को मिलने के लिए मैं उठा लिया जाऊंगा, എന്റെ ശരീരം രൂപാന്തരം, उसके कृपा के द्वारा मेरा शरीर रूपांतर होगा, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, और मेरे और देखने वाला बनाने वाला, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, मुझे बनाने वाला परमेश्वर विश्वासी है, പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, पवित्र आत्मा के लिए अपने हृदय के लिए हृदय हमारे നമ്മുടെ മധ്യേ ശക്തിയായി ആവരിച്ചുകൊണ്ടിരിക്കുക, आपका हमारे बीच में बहुत ही तेजी से काम कर रहा है, പുറമേയുള്ള കണ്ണുകൾ അടച്ചാൽ, आपके बाहरी आंखों को बंद അകമേയുള്ള കണ്ണുകൾ തുറന്ന് യേശുവിന്റെ ആഗമനം കണ്ടുകൊണ്ടിരുന്ന, आपके अंदर मन की आंखों को खोल के आप यीशु को देखो, യേശു അനേകരെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു, देखिए यीशु मसीह एक एक को छू रहा है, നിന്റെ എല്ലാ വേദനയും യേശു ക്രൂശിൽ ചുമന്നു, आपका सारे दर्द को यीशु मसीह ने യേശു ക്രൂശിൽ ചുമന്നു, आपको यीशु मसीह ने उस रूप में उठा लिया, और നിന്റെ മനോവേദന യേശു ക്രൂശിൽ ചുമന്നു, आपके मन के सारे दुख उस यीशु मसीह യേശുവിനെ കാണുവിൻ, इस रात के समय में आप യേശു വരുന്നത് കാണുന്നുണ്ടോ, യേശു मसीह को आते हैं क्या, ഞാൻ ആത്മാവിൽ യേശുവിന്റെ വരവിനെ കാണുന്നു, मैं आत्मा में यीशु मसीह को आते हुए देखता हूँ, ശക്തിയായി കാഹളം ഊതുന്നു, तुम लोग बहुत ही शक्ति से वधुरी को फूके, വലതുവശത്ത് പ്രധാന ദൂതനായ മീഖായേൽ നിൽക്കുന്നു, उसके बीच में प्रधान दूत मिखाएल खड़ा है, ശക്തിയായി കാഹളം ഊതുന്നു, वो बहुत ही बलवान रीति से उस पुरी को फूकता है, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടട്ടെ, हमारा शरीर रूपांतर होने दे, ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, आपका के हाथ में अपने आप को सौंपो, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, आपको प्रेम में आपको आशीष करने दे, सियोनिൽ നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, सियोन के परमेश्वर आपको आशीष करने दे, सियोनिൽ നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, सियोन के परमेश्वर आपको आशीष करने दे, सियोनिൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, सियोन के परमेश्वर आपको आशीष करने दे, യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് ഹൃദയം നിറയ്ക്കുക, യേശു मसीह की हजूरी के द्वारा कृपा से हमें भर दे, ഈ വചനങ്ങൾ ആ ദൈവം